നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര വാനമൂർത്തി. കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ രാഹുവിനെ തലയറുത്ത് ഭഗവാൻ മോഹിനി രൂപത്തിൽ എല്ലാ ദേവന്മാർക്കും അമൃതത്തെ വിളമ്പിയ കഥയാണ് കേട്ടത്. പല അഴിമധനം കഥ ശരിക്ക് അവിടെ പൂർണ്ണമാവുന്നില്ല. കുറച്ചുകൂടെ അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതൊന്ന് ചുരുക്കി പറഞ്ഞതിന് ശേഷം നമുക്ക് വാമനാവതാരത്തിലേക്ക് ചെല്ലാം. ദേവന്മാർക്ക് വേണ്ടി ഭഗവാൻ അസുരന്മാരെ വഞ്ചിച്ചു എന്നുള്ളൊരു തോന്നൽ അസുരന്മാർക്കുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് നാച്ചുറലാണല്ലോ, കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് അതിൻ്റെ ഭാഗം കിട്ടാതിരിക്കുക എന്ന് പറയുമ്പോൾ ആർക്കാണെങ്കിലും ദേഷ്യം വരും. അവരായുധം എടുത്തു, യുദ്ധം ഉണ്ടായി. ചെറിയ കാര്യങ്ങൾക്ക് പോലും ആയുധം എടുക്കുന്ന ആൾക്കാരാണ് അസുര സ്വഭാവമുള്ളവർ. അപ്പോൾ പിന്നെ ഇത്രയും വലിയൊരു കാര്യത്തിന് അമരത്വത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ട് അത് നിഷേധിക്കപ്പെടുമ്പോൾ അവർക്കുണ്ടാവുന്ന നിരാശ എന്ന് പറയുന്നത് എത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് അവർ ആയുധം എടുത്തു. എന്നാൽ ഭഗവാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാഹുവിനെ വധിച്ച് മോഹിനി രൂപത്തിൽ അമൃത് കൊടുത്തതിന് ശേഷം അദ്ദേഹം അവിടുന്ന് അങ്ങോട്ട് നിഷ്ക്രമിച്ചു. കാരണം അവിടുന്ന് അങ്ങോട്ട് ദേവനാണെങ്കിലും അസുരനാണെങ്കിലും എങ്ങനെ പെരുമാറണമെന്നുള്ളത് അവരുടെ കർമ്മത്തിൽപ്പെട്ടതാണ്. ഈശ്വരൻ എപ്പോഴും, നമ്മൾ സാധാരണ പല യങ്സ്റ്റേഴ്സ് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എല്ലാം വിധിയും എല്ലാം കർമ്മമാണെങ്കിൽ പിന്നെ ഫ്രീ വില്ലിന് എന്താ സാധ്യത? എല്ലാം വിധിയും എല്ലാം കർമ്മമാണെങ്കിൽ ഫ്രീ വില്ലിന് പിന്നെ എന്താണ് സ്ഥാനമെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറയും, ഇതിനൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരമുണ്ട്. വളരെ സിമ്പിളായിട്ട് ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അനവധി കഥകളിലുണ്ട്. പൂന്താനത്തിൻ്റെ കഥയൊക്കെ ഞാൻ സ്ഥിരം പറയാറുള്ള അതിനാണ്. നമ്മുടെ പൂർവ്വകർമ്മത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ നല്ലതും അനുഭവിക്കും, ചീത്തയും അനുഭവിക്കും. നല്ലത് അനുഭവിക്കുമ്പോൾ മതി മറക്കണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം, അവിടെ ഫ്രീ വില്ല് ഉപയോഗിക്കാം. ദുരന്തം അനുഭവിക്കുമ്പോൾ വീണ് തകർന്നു പോകണോ അതോ എണീച്ച് നിൽക്കണോ എന്നും നമുക്ക് തീരുമാനിക്കാം, അതും നമ്മുടെ ഫ്രീ വില്ലിലാണ്. അപ്പോൾ ഫ്രീ വില്ല് എക്സസൈസ് ചെയ്യേണ്ടത് കർമ്മത്തിൻ്റെ ഫലം വരുമ്പോൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം, അതിൻ്റെ റിയാക്ഷൻ അല്ല, അതിൻ്റെ റെസ്പോൺസ്. റിയാക്ഷൻ അല്ല, റിയാക്ഷൻ ഒരു ശരിയല്ലാത്ത വേർഡാണ്. റെസ്പോൺസ്. ആ റെസ്പോൺസാണ് നമ്മുടെ പിന്നെ ഫർദർ കർമ്മത്തിനെ നിശ്ചയിക്കുന്നത്. അതിനുള്ള ചിന്താശേഷിയും ബുദ്ധിയും ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ദക്ഷന് മഹാദേവൻ മരുമകനായിട്ട് വന്നപ്പോൾ വേണമെങ്കിൽ ആദരിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം അതല്ല ചെയ്തത്. മഹാദേവൻ എഴുന്നേറ്റ് നിന്നില്ല. അപ്പോൾ ദക്ഷന് വേണമെങ്കിൽ അതിനെ ആ രീതിക്ക് കാണാമായിരുന്നു. പക്ഷേ ദക്ഷൻ അങ്ങനെ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സാധാരണ പൂന്താനത്തിൻ്റെ കഥ എപ്പോഴും പറയാറ്, ഒരു ഇവൻ്റ്, ഒരു കുഞ്ഞിൻ്റെ മരണം, 2 റെസ്പോൺസ്. ഭാര്യ പറയണു ഈശ്വരൻ ഇല്ല, മറ്റേ ആൾ പറയണു ഇനി മക്കൾ വേണോ, ഉണ്ണി മനസ്സിൽ കളിക്കുമ്പോൾ എൻ്റെ പ്രാരബ്ധം അത്രയും തീർന്നിരിക്കണമെന്ന് പറയണു. അപ്പോൾ ഒരേ ഇവൻ്റ് എത്രയോ വലിയൊരു ട്രാജഡിയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിലാണ് എല്ലാം ഇരിക്കുന്നത്. അത് സൗന്ദര്യമാണെങ്കിൽ പോലും മോഹിനിയുടെ കഥയിൽ മഹാദേവന് പറ്റുന്ന മായയുടെ ഭ്രംശം, ആ മായയുടെ ബാധ എന്ന് പറയുന്നത് കാണുന്ന കണ്ണിലാണ് എന്തും ഇരിക്കണമെന്നുള്ളതനുസരിച്ചിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ശുഗന് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും കണ്ടാൽ ബ്രഹ്മാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ കണ്ടാലും ആർക്കും എതിർലിംഗത്തിൽപ്പെട്ടിട്ടുള്ളൊരു ആളാണെന്ന് തോന്നുന്നില്ല സ്ത്രീകൾക്ക്. നേരെ മറിച്ച് ആ ഭേദബുദ്ധി കുറച്ചു നേരത്തേക്കെങ്കിലും മഹാദേവൻ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം കാഴ്ചയിലാണ്. ഒരു കുഞ്ഞിന് തൻ്റെ സൗന്ദര്യം എന്താണെന്നറിയില്ല, തൻ്റെ അമ്മ തന്നെ എങ്ങനെയാണ് കാണുന്നതെന്ന് കുട്ടിക്കറിയില്ല. അതേപോലെയാണ് നമ്മൾ ഓരോരുത്തരെയും കാര്യം. നമ്മൾ നമ്മളെക്കുറിച്ചൊരു പെർസെപ്ഷൻ വെക്കണം. നമ്മളെ ഇഷ്ടപ്പെടുന്നവരും വെറുക്കുന്നവരും നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളത് അവരുടെ കാഴ്ചപ്പാടിലാണ്. നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ പറയും ബ്യൂട്ടി ഈസ് ഇൻ ദ ഐ ഓഫ് ദ ബിഹോൾഡർ എന്ന്, അല്ലേ? ആ ബ്യൂട്ടി ഈസ് ഇൻ ദ ഐ ഓഫ് ദ ബിഹോൾഡർ എന്നുള്ളതിൻ്റെ അപകടം അത് പ്രപഞ്ചത്തിൽ അങ്ങനെയാണ്. അതെങ്ങനെയാണ് മായയുടെ കയ്യിൽ ഏറ്റവും വലിയൊരു ടൂളായിട്ട് മാറണം എന്നുള്ളത് മഹാദേവൻ്റെയും മോഹിനിയുടെയും ഇൻട്രാക്ഷൻ വരുമ്പോൾ പറയും. ആ ഭാഗം ശരിക്കും സ്കിപ്പ് ചെയ്തൊക്കെ പോവുകയാണ് പതിവ്. പക്ഷേ ഇത് സ്വാമിയുടെ ക്ഷേത്രമായതുകൊണ്ട് അത് പറയണം. കാരണം സ്വാമിയുടെ ആവിർഭാവം വരുന്നതിൻ്റെ മൂലകഥ അതാണല്ലോ. എന്താണെങ്കിലും ദേവാസുരന്മാർ തമ്മിൽ വലിയൊരു യുദ്ധം ഉണ്ടായി. വഞ്ചനയുടെ വേദനയുടെ പാരമ്യതയിലാണ്, ക്രോധം കൊണ്ടാണ്, പർപ്പസ് ഇല്ലാത്തൊരു യുദ്ധമാണ്. അതായത് നമ്മൾ മനസ്സ് വെറുത്തിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ അത് ലക്ഷ്യപ്രാപ്തിയിലെത്തില്ല. നേരെ മറിച്ച് ധാർമ്മികമായിട്ടൊരു പർപ്പസ് ഉണ്ടെങ്കിൽ ആ യുദ്ധത്തിനൊരു കണക്കുണ്ടായിരുന്നു. അസുരന്മാർ ചെയ്തത് അതാണ്. അവർക്ക് ആ നിരാശയിൽ നിന്നുണ്ടായ യുദ്ധമാണ്. അതുകൊണ്ട് ബലിയെപ്പോലെ, നമുജി എന്നുള്ള പേരുള്ള മഹാബലിയെ പോലെ ഒരാളുണ്ടായിട്ട് പോലും അവർക്ക് യുദ്ധത്തിൽ ജയം കാണാൻ സാധിച്ചില്ല. അതിൻ്റെ അവസാനത്തിൽ വജ്രായുധം കൊണ്ട് ഇന്ദ്രനെ അസുരന്മാർ മുഴുവൻ വളയുക ചെയ്ത്.
വളഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടന്ന്, കാരണം അമൃത് കൂടെ കഴിച്ചിട്ടുള്ള ശക്തിയുണ്ട്. വെട്ടി തന്നെ കൊല്ലാൻ പറ്റില്ല, തന്നെ ഒരു തരത്തിലും കൊല്ലാൻ പറ്റില്ല. കാരണം അസുരന്മാർ മുഴുവൻ മരിച്ചു വീഴുക. ദേവന്മാർക്ക് മുറിഞ്ഞാലും മുറിവ് കൂടുന്നു, അറുത്തിട്ടാൽ തല കൂടുന്നു, മരണം സംഭവിക്കുന്നില്ല. അസുരന്മാർ നേരിട്ട് പ്രാക്ടിക്കലായിട്ട് അപ്പോൾ തന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ കണ്ടു, അത് വർക്കാവണത്, അമൃത് എങ്ങനെയാണ് വർക്കാവണത്. അപ്പം നമുജിയുടെ കഴുത്ത് അറക്കാൻ നോക്കുമ്പോൾ വജ്രം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴുത്ത് മുറിഞ്ഞില്ല വലിയുടെ. ആ സമയത്ത് ഒരു അശരീരി ഉണ്ടായി. നമുജിക്കൊരു വരമുണ്ട്, പച്ചയായതോ ഉണങ്ങിയതായിട്ടുള്ള ഏത് വസ്തു കൊണ്ടും അദ്ദേഹത്തിനെ കൊല്ലാൻ പറ്റില്ല. ഇപ്പോൾ ഒരു മെറ്റലാണെങ്കിലും അത് ഉണങ്ങിയിട്ടാവാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്ദ്രൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ കടലിൻ്റെ തിര, അപ്പം നമുജിക്ക് കിട്ടിയിട്ടുള്ള വരത്തിനെ കുറിച്ചിട്ടുള്ള ഒരു അശരീരി കേൾക്കുകയാണ്. അതുകൊണ്ട് ഇന്ദ്രൻ സമുദ്രത്തിലെ നൊരയെടുത്തിട്ട് അത് നനഞ്ഞതുമല്ല ഉണങ്ങിയതുമല്ല, അതുകൊണ്ട് കഴുത്തറക്കും. അങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത്. അതായത് അസുര രാജാവായിട്ടുള്ള ബലി എന്ന് പറയുമ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ പോലെ സംസാര വിഷയങ്ങളിൽ മുഴുകിയിട്ടുള്ള അഭിരമിക്കുന്ന ഏതൊരു പ്രാണനാണോ ആ പ്രാണനെ ഒതുക്കണമെങ്കിൽ, അതായത് ആ മായയെ കട്ട് ചെയ്യണമെങ്കിൽ നനഞ്ഞത് ഉണങ്ങിയത്, ചൂടുള്ളത് തണുപ്പുള്ളത്, ഇങ്ങനത്തെ ഒന്നും ദ്വന്ദ്വമില്ലാതെ സമീപിച്ചാൽ മാത്രമേ അതിനെ വധിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുജിയുടെ കഥയിൽ അതാ സംഭവിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എടുത്തിട്ട് വേഗം അസുരന്മാർ അവിടെ നിന്ന് പോയി കളഞ്ഞു. ബാക്കിയുള്ള അസുരന്മാർ ഭയാനകമായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടു. നാരദനാണ് അവിടെ വന്ന് ഇതിൻ്റെ ഇടയിൽ ഒരു മീഡിയേറ്ററായിട്ട് നിന്ന് അവരോട്, രണ്ട് കൂട്ടരോടും പറയും, ഇതൊരു ഈശ്വരീയ നിശ്ചയം കൊണ്ടുണ്ടായിട്ടുള്ളതാണ്, നിങ്ങൾ തമ്മിൽ തല്ലിയിട്ട് കാര്യമില്ല. അതേമാതിരി ദേവന്മാരോട് പറയും, നിങ്ങൾക്ക് അമൃത് കിട്ടിയിട്ടുണ്ട്, മഹാലക്ഷ്മി നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അഹങ്കാരം ഇനി കാണിക്കരുത്, പിരിഞ്ഞു പോകണമെന്ന് പറയും. അങ്ങനെ നാരദൻ്റെ മീഡിയേഷനിലാണ് ആ യുദ്ധം അവസാനിക്കുന്നത്. ബലിയുടെ മൃതശരീരം, തല വേർപെട്ട ശരീരം പർവ്വതത്തിൽ, പടിഞ്ഞാറുള്ള പർവ്വതത്തിൽ കൊണ്ടുപോയി രഹസ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ശുക്രാചാര്യർ തല ചേർത്ത് വെച്ച് മൃതസഞ്ജീവനി വിദ്യ കൊണ്ട് അദ്ദേഹത്തിനെ പുനർജീവിപ്പിക്കുകയാണ് ചെയ്തത്. ആ പുനർജീവിപ്പിക്കൽ കഴിഞ്ഞതിന് ശേഷം ആണ് അടുത്ത പ്രധാനപ്പെട്ട ഈ കഥ വരുന്നത്. അതായത് 7ാമത്തെ സ്കന്ധത്തിൽ പ്രഹ്ലാദൻ നരസിംഹത്തിനെ സ്തുതിക്കുമ്പോൾ പറഞ്ഞത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഭഗവാനെ എനിക്ക് അവിടുത്തെ ഉഗ്രരൂപത്തിനെ കണ്ടിട്ട് ഭയമില്ല, പക്ഷേ സംസാര വിഷയങ്ങളെ എനിക്ക് ഭയമാണെന്ന് പറഞ്ഞു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഈ ഒരു ഗണ്ഡം വരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ സംസാര വിഷയങ്ങളിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് സ്ത്രീക്ക് പുരുഷനും പുരുഷന് സ്ത്രീയുടെ രൂപത്തിലുള്ള മായയാണ്. ആ മായ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ശക്തി എത്ര വലുതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അനേക അവതാരങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു അവതാരമായിട്ട് തന്നെയാണ് മോഹിനിയുടെ അവതാരത്തിനെ പറഞ്ഞിട്ടുള്ളത്. അത് ഗുണാവതാരം എന്ന് പറയും. അത് ഗുണാവതാരമാണെന്ന് പ്രമാണം തന്നെയുണ്ട്. 8ാമത്തെ സ്കന്ധത്തിൽ 12ാം അധ്യായം 12ാമത്തെ ശ്ലോകം പറയണത് അവതാരം തന്നെയാണ്, ഗുണം കൊണ്ടുണ്ടായിട്ടുള്ള അവതാരമാണ്. ഞാൻ 5 തരം അവതാരങ്ങൾ എന്താണെന്ന് പറഞ്ഞിരുന്നു. പുരുഷാവതാരം, ലീലാവതാരം, ഗുണാവതാരം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിൽ പെട്ടതാണ് ഈ ബ്രഹ്മാവിന് ഭഗവാൻ ഉപദേശിച്ച കഥയിൽ, അതായത് ആ കഥയല്ല, 4 ശ്ലോകങ്ങളുള്ള ചതുശ്ലോകി ഭാഗവതം, അതിൽ അവതാര കഥയൊന്നുമില്ല. അത് തനി തങ്കമെടുത്ത് കൊടുത്തതാണ് കയ്യിൽ, സ്വർണം. ആ സ്വർണം കൊണ്ട് പലവിധ ആഭരണങ്ങൾ ഉണ്ടാക്കി കാണിച്ചതാണ് വ്യാസമഹർഷി ഈ കഥയായിട്ട്. കാരണം ഈ സ്വർണ്ണം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, സ്വർണത്തിൻ്റെ ക്വാളിറ്റി എന്താണ്, അതിൻ്റെ ഡക്റ്റിലിറ്റി എന്താണ്, മാല്യബിലിറ്റി എന്താണെന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുവരെ ആ ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ്. അതിൽ ഭഗവാൻ തന്നെ മായയുടെ പൂർണ്ണസ്വരൂപമായിട്ട് വരുന്ന അവതാരം ഇതാണ്. മായാവതാരമാണ്. ഭഗവാന്റെ എല്ലാ രൂപങ്ങളും മായയാണ്, യാതൊരു സംശയമില്ല. കൃഷ്ണൻ്റെ രൂപമാണെങ്കിലും രാമൻ്റെ രൂപമാണെങ്കിലും പരശുരാമനാണെങ്കിലും നരസിംഹമാണെങ്കിലും ഒക്കെ രൂപമില്ലാത്ത ഭഗവാൻ ഒരു രൂപം എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മായാരൂപമാണ്. ആ മായാരൂപത്തിൽ വെച്ച് ഏറ്റവും മായ ഈ വിധത്തിലുള്ള ഒരു അവതാരം, ഒരു സ്ത്രീയുടെ രൂപമെടുത്ത് വരുന്നു. അതിനിടയ്ക്ക് പരീക്ഷിച്ച് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ശുദ്ധസത്വമായിട്ടുള്ള ബ്രഹ്മത്തിൽ, അഥവാ ശുദ്ധമായിട്ടുള്ള ബ്രഹ്മത്തിൽ എങ്ങനെയാണ് ഗുണങ്ങൾ വരണം, അതിലെങ്ങനെയാണ് മായ വരണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഭാഗവതത്തിൻ്റെ ആ ഭാഗമൊക്കെ വിസ്തരിച്ച് വായിച്ച് പഠിക്കണം. ശുകമഹർഷി ഇതിനൊക്കെ കൃത്യമായ സമാധാനം കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾക്കിപ്പോൾ പല ചോദ്യങ്ങളും ഇത്തരം കഥകൾ കേട്ടിട്ട് കേൾവിക്കാരുടെ നിന്ന് വരുന്ന ചോദ്യങ്ങൾ വരുമ്പോൾ ഒരു കാര്യം എനിക്ക് ഈ ചുരുങ്ങിയ കാലത്തിൽ മനസ്സിലായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ആരും വായിക്കുകയോ ചർച്ച ചെയ്യുകയോ പറയാത്തതുകൊണ്ട് മാത്രമാണ്. കാരണം ഇതിൻ്റെ ഉത്തരം മുഴുവൻ ഭാഗവതത്തിലുണ്ട്. നമ്മൾ ഒരുമാതിരിപ്പെട്ട ചിന്തിച്ച് ചോദിക്കുന്ന ഇന്നത്തെ മോഡേൺ ലോജിക്ക് വെച്ച് ചോദിക്കുന്നതിനൊക്കെ കൃത്യമായിട്ടുള്ള ഉത്തരം അതിൻ്റെ ഉള്ളിലുണ്ട്. അത് ആ സ്ത്രീമായ എന്ന് പറയുന്നതിൻ്റെ ശക്തി, അല്ലെങ്കിൽ പുരുഷന് സ്ത്രീ, സ്ത്രീക്ക് പുരുഷൻ എന്നുള്ള മായയുടെ ശക്തി കാണിക്കാൻ ഇവിടെ സ്ത്രീയെ മായയായിട്ട് കാണിച്ചിരിക്കണമെന്ന് മാത്രം. എന്നിട്ട്
അത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വൈരാഗിയായിട്ടുള്ള, ഏറ്റവും വലിയ തപസ്വിയായിട്ടുള്ള, ഏറ്റവും വലിയ ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള മഹാദേവൻ്റെ പ്രതീകത്തെ വെച്ചിട്ട് അതിന് പോലും എങ്ങനെ ഈ മായ ബാധിക്കണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇതിനെക്കുറിച്ച് കേൾക്കുന്നു. ഇങ്ങനെ ഒരു അവതാരം എടുത്തു എന്ന് പറഞ്ഞപ്പോൾ അത് കാണാനുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ശ്രീപരമേശ്വരൻ വൈകുണ്ഠത്തിലേക്ക് ചെല്ലണം. നോക്കൂ, സാധാരണഗതിയിൽ ഭഗവാൻ ഇന്നേ വരെ വൈകുണ്ഠത്തിൽ പോയിട്ട് മഹാദേവനെ നാരായണനെ കണ്ട കഥകൾ വളരെ വളരെ റെയറായിരിക്കും പർപ്പസുകൾക്ക്. അപ്പോൾ മായ ആരംഭിക്കുന്ന ഇവിടുന്ന് ഫ്രം എ സെൻസ് ഓഫ് ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റിയാണ് മായയുടെ തുടക്കം. ഒരു കാര്യം അതെന്താ, ചില ആൾക്കാരുടെ എല്ലാ കാര്യത്തിലും ക്യൂരിയോസിറ്റി, അവർക്ക് അറിയേണ്ട ആവശ്യമില്ലാത്ത ഒന്നുമില്ല, എല്ലാവർക്കും അറിഞ്ഞേ പറ്റും. അതെന്താ എങ്ങടാ പോകണം, ആരാ വരണം, ഇതൊക്കെ അവർക്ക് അറിയണം. അത് മിക്കവാറും ഈ ജനലുകളുടെ അവിടെയുള്ള തലകളിലാണ് ഉണ്ടാവുക, അല്ലേ? ജനലുകളുടെ അവിടെ വരുന്ന തലകളിലാണ് ഇതുണ്ടാവുക. അപ്പോൾ ഇതേപോലെ ഈ ക്യൂരിയോസിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത്രയും ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള, ബ്രഹ്മം തന്നെയായിട്ടുള്ള ആൾക്ക്, ബ്രഹ്മനിഷ്ഠൻ എന്നല്ല, ബ്രഹ്മം തന്നെയായിട്ടുള്ള ആളിൽ തന്നെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വരുന്നു. ആ റിഫ്ലക്ഷൻ വന്നിട്ടാണ് അദ്ദേഹം അവിടെ ചെന്നിട്ട് ഭഗവാനെ സ്തുതിച്ചിട്ട് ഇങ്ങനെ ഒരു അവതാരം അങ്ങ് എടുത്തു എന്ന് പറയണു. എനിക്കൊന്ന് കാണണം. കാരണം എന്താ വെച്ചാൽ ഈ ഇത്രയും മോഹന സ്വഭാവമുള്ള ഒന്നിനെ താൻ കണ്ടിട്ടില്ല. കാമദേവനെ കത്തിച്ചാളാ ഈ ചോദിക്കുന്നത്. നമ്മളാ കോണ്ടെക്സ്റ്റ് ആലോചിക്കണം. അപ്പോൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അവിടെ ഒരു ഉദ്യാനം ഉണ്ടായി വരും. ആ ഉദ്യാനത്തിൽ അതിസുന്ദരിയായിട്ടുള്ള യുവതി പന്ത് കളിക്കുന്നത് കണ്ടിട്ടാണ്. കണ്ട മാത്രമേ തന്നെ ആകർഷണീയത ഉണ്ടായി. ശ്രീപാർവതി കൂടെ ഉണ്ട് എന്നുള്ളത് പോലും മറന്ന് ഭഗവാൻ പുറകെ പോവുകയാണ്. അതിൻ്റെ അവസാനത്തിൽ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ ആ മോഹിനിയെ കയ്യിൽ കിട്ടും. ആലിംഗനം ചെയ്ത മാത്രയിൽ അപ്രത്യക്ഷമായി പോയി. ഭാഗവതത്തിൽ ഒരു പുത്രൻ ജനിക്കുന്നതോ അങ്ങനത്തെ കഥകളൊന്നുമില്ല. അത് വളരെ മനോഹരമായിട്ടാണ് അവസാനിപ്പിക്കുന്നത്. ഭഗവാൻ ചതുർബാഹുവായിട്ട് ഭഗവാന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് ശങ്കരൻ. ആ നിമിഷം, ഈ അപ്രത്യക്ഷാവണ നിമിഷം, മായ അപ്രത്യക്ഷാവണ നിമിഷം ജ്ഞാനത്തിന് സ്വബോധം വരും. ഭഗവാൻ ഉടനെ തന്നെ പൂർവ്വസ്ഥിതിയെ പ്രാപിച്ച് കഴിയുന്നതോടുകൂടിയിട്ട് നാരായണൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, എൻ്റെ മായ മമ മായ ദുരത്യയ, എൻ്റെ മായ എന്ന് ആരും രക്ഷപ്പെട്ട ചരിത്രമില്ല. അങ്ങ് മാത്രമാണ് കുറച്ച് കുടുങ്ങിയെങ്കിലും അതിന് ഊരിപ്പോന്നത്. ഇനിമേലിൽ അങ്ങേ എൻ്റെ മായ ബാധിക്കില്ല എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിക്കണം. അപ്പം സ്വാമിയുടെ ജീവിതകഥയായിട്ട്, ജനനകഥയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഭഗവാൻ ഇതിൽ എന്താ പറയുക, അത് വിസ്തരിക്കുന്നില്ലെങ്കിലും നമ്മളതൊന്ന് പറയേണ്ടതുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗം പറഞ്ഞതാണ്. അങ്ങനെ ഭഗവാന്റെ മോഹിനി രൂപം കണ്ട് മഹാദേവൻ മോഹിച്ചതും പിന്നീട് തിരിച്ച് ബ്രഹ്മനിഷ്ഠനായതും പറയണു. അതിനുശേഷം മന്വന്തര വരാൻ പോകുന്ന കാലത്തെ മന്വന്തരങ്ങളുടെ, ആ കാലത്തുനിന്ന് വരാൻ പോകണം, അതിൽ നമ്മുടെ മന്വന്തരം വരുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി. ആ മന്വന്തരങ്ങളുടെ കഥ പറയണു. ഓരോ മനുക്കളുടെ വേറെയുള്ള അവരുടെ ഡ്യൂട്ടീസ് എന്താണെന്ന് പറയണം. എന്തിനാണിത് പറയണമെന്ന് വെച്ചാൽ ഈ ഓരോ മന്വന്തരങ്ങളിലും ഭഗവാന്റെ അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മന്വന്തരങ്ങളൊക്കെ മനുഷ്യൻ്റെ മാനസികമായിട്ടുള്ള സാംസ്കാരിക വളർച്ചയുടെ, അതായത് ഇപ്പം നമ്മൾ പറയും നമ്മുടെ കാലത്ത് ഈശ്വരവിശ്വാസം കുറഞ്ഞു എന്ന്. ഈശ്വരവിശ്വാസം കൂടിയിരുന്ന കാലങ്ങളുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഇന്ന് ഈശ്വരവിശ്വാസം കുറഞ്ഞു എന്ന് ഒരു തരത്തിൽ നോക്കിയാൽ പറയാൻ പറ്റില്ല. നമുക്കുണ്ടായിട്ടുള്ള ടെക്നോളജികൾ എത്രമാത്രം മനുഷ്യനെ ദുഷിപ്പിക്കുന്നുണ്ടോ അത്ര തന്നെ നമുക്ക് ഇത്തരം മെറ്റീരിയലുകൾ, ആധ്യാത്മിക വിഷയങ്ങൾ നമ്മളിൽ എത്തിക്കാനും സഹായിക്കുന്നുണ്ട്. ഒരേ യൂട്യൂബിൽ തന്നെ നമുക്ക് നല്ലതും കിട്ടും ചീത്തയും കിട്ടും, അല്ലേ? ഇപ്പം നമ്മളിവിടെ ഇരുന്നിട്ട് ഒരു 100-150 പേര് കേൾക്കുന്ന ഈ പ്രഭാഷണം നാളെ തൊട്ടോ അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിലോ എത്രയോ ലക്ഷം ആൾക്കാരാണ് കേൾക്കാൻ പോകണം. അത് കേൾക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ 4 കൊല്ലം 5 കൊല്ലം മുമ്പ് ചെയ്തിട്ടുള്ള പ്രഭാഷണങ്ങൾ ഇപ്പോഴും ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കണം. അതിന് സാധിച്ചത് ഈ ടെക്നോളജി കൊണ്ട് തന്നെയാണ്. ഇത് പണ്ടത്തെ ഒരു തലമുറയ്ക്ക് സാധിച്ചിരുന്നില്ല. മഹാഗുരുക്കന്മാരായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭാഗവതവംശം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, ആഞ്ഞൻ തിരുമേനയുടെ പ്രഭാഷണങ്ങൾ, തോട്ടത്തിൻ്റെ പ്രഭാഷണങ്ങൾ, വാഴക്കുന്നത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. എത്രയോ പ്രഭാഷണങ്ങൾ, മഹത്തായ പ്രഭാഷണങ്ങളും പാരായണങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. കാരണം അന്ന് ടെക്നോളജി വളർന്നില്ല. അപ്പോൾ ടെക്നോളജി മായയുടെ രൂപം തന്നെയാണെങ്കിലും ആ മായ കൊണ്ട് ഗുണമുണ്ടാവുന്നുണ്ട്. നമുക്ക് എവിടെയൊക്കെയോ മഹാദേവന് ബോധം തുറക്കുന്നത് പോലെ ബോധം തുറക്കാനുള്ള അവസരങ്ങളും ഭഗവാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മായ മുഴുവൻ മോശമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. മായ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഭഗവാനെ അന്വേഷിച്ച് പോകണേ തന്നെ. അപ്പോൾ ഇല്ലെങ്കിൽ ഭഗവാൻ നമുക്ക് ആ ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ, ഒരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലേ പോസിറ്റിവിറ്റിയുടെ, ദുഃഖം ഉണ്ടെങ്കിലേ സുഖത്തിൻ്റെ വില അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ. അപ്പം എങ്ങനെയാണെങ്കിലും ഈ കഥ, പാലാഴിമഥന കഥ ഉപസംഹരിക്കുകയാണ്. ആ ഉപസംഹരിക്കുമ്പോൾ പറയുക, ഇങ്ങനെ ഞാൻ അങ്ങയുടെ അടുത്ത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പരാക്രമങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു.
ഭഗവാന്റെ സമുദ്രമന്ഥനത്തിൻ്റെ സമയത്ത് കൂർമ്മമായിട്ട് അവതരിച്ച് മന്ത്രാചലത്തിനെ തൻ്റെ മുതുകിൽ ധരിച്ചു, മോഹിനി രൂപം ധരിച്ച് അസുരന്മാരെ മോഹിപ്പിച്ച് ശരണാഗതിയായിട്ടുള്ള ദേവന്മാർക്ക് അമൃത് വീണ്ടെടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് മായയുടെ രഹസ്യം, മായ രണ്ട് തരമുണ്ട്. ഒന്ന് ഗുണവും ദോഷവും ചേർന്നതും, ഒന്ന് ദേശവും കാലവും ചേർന്നതും. അതായത് ഗുഡും ബാഡും ചേർന്നതും സ്പേസും ടൈമും ചേർന്നതും വ്യത്യാസമുണ്ട്. സ്പേസ് ടൈം അതേപോലെ തന്നെ ഗുഡ് ബാഡ് എന്നുള്ള വിവേചനം അനുസരിച്ചിട്ട് നമ്മൾ എന്തിനെ ഗുഡെന്നോ അല്ലെങ്കിൽ ബാഡെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവിടെ മായ വന്നു കഴിഞ്ഞു, ഭേദബുദ്ധി വന്നു. ഇന്ന സ്ഥലത്തേ ഇതുണ്ടാവാൻ പാടുള്ളൂ, ഇന്ന കാലത്തേ ഇതുണ്ടാവാൻ പാടുള്ളൂ എന്ന് ചടിച്ച് അവിടെയും മായ വന്നു. ഈ ദേശകാല വിവേചനവും നല്ലത് തീയത് എന്നുള്ള വിവേചനം വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് 8ാമത്തെ സ്കന്ധത്തിലെ മന്വന്തര ലീല ദേശകാലത്തിൻ്റെ മായയെ പറ്റിയിട്ട് ഞാൻ പറയാം. ഗുണദോഷയുക്തമായിട്ടുള്ള മായയെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ പാലാഴി മദനത്തിൽ നല്ലതും ചീത്തയും തമ്മിലുള്ള വിവേചനം വന്നതിൻ്റെ പ്രശ്നമാണ് അവിടെ നടന്നത്. ഇനി ഞാൻ സ്പേസും ടൈമിലുള്ള മായയെക്കുറിച്ച് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് മന്വന്തരങ്ങളുടെ കഥ പറയണം, സ്പേസും ടൈമും. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, അല്ലാണ്ട് വെറുതെ ഇന്ന രാജാക്കന്മാരുടെ കുറേ ചരിത്രം പറയാൻ വേണ്ടിയിട്ടല്ല ഇതൊന്നും എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ മനു അന്തരം, ഒരു മനു മുതൽ മറ്റൊരു മനുവിൻ്റെ കാലം വരെയുള്ളതിനെയാണ് മന്വന്തരം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ 14 മനുക്കളുണ്ടാവും. അതിൻ്റെ ആ 14 മനുക്കൾക്കും ഓരോ മന്വന്തരങ്ങളടക്കം 14 മന്വന്തരം ഉണ്ടാവും എന്നാ പറയുന്നത്. അപ്പം മനസ്സ് പ്രധാനമായിട്ടുള്ള ചിന്തിക്കുന്ന ജീവികളൊക്കെ മനുക്കളാണ്. അങ്ങനെ ഒന്നേ ഉള്ളത് മനുഷ്യനാണ്. ശരിക്കും തോട്ട്സുള്ള പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്യുന്നത്. ഈ മനുവിൻ്റെ പുത്രൻ ആണ് മനുഷ്യൻ. മനുവിൽ നിന്ന് ജനിച്ചവൻ, ഒരു തരത്തിൽ പറഞ്ഞാൽ മനസ്സെന്ന് ജനിച്ചവൻ മനുഷ്യൻ എന്നർത്ഥം. അപ്പോൾ ഈ മനു തൻ്റെ മക്കളെ കൊണ്ട് ധർമ്മത്തിനെ പാലിപ്പിക്കണം എന്ന് പറയണം. അങ്ങനെ അതിൻ്റെ ഒരു കാലയളവ് മുഴുവൻ അവിടെ വിസ്തരിച്ച് പറയണം. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഈ വൈവസ്വതം എന്ന് പേരുള്ള വിവസ്വാൻ്റെ പുത്രനായിട്ട് വൈവസ്വത മനു ജനിക്കുന്നു. ആ വൈവസ്വത മനുവിൻ്റെ കഥ പറയണ സമയത്ത് ആ കാലത്താണ് വാമനൻ ജനിച്ചത് എന്ന് പറഞ്ഞു. ഈ വൈവസ്വതം ജനിക്കണം ശരിക്കും ആരാച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരാളുടെ കഥ വരും. സത്യവ്രതൻ എന്ന് പറഞ്ഞ രാജാവിൻ്റെ കഥ വരും മത്സ്യാവതാരം പറയുമ്പോൾ. ഈ സത്യവ്രതനാണ് വൈവസ്വതനായിട്ട് ജനിക്കുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇവിടെ ഇത്രയും നേരം പറഞ്ഞു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, മായ മുഖ്യമായിട്ട് 3 തരത്തിലാണ് നമ്മളെ ബാധിക്കുന്നത്. ഒന്ന്, അത് തുടക്കം എവിടുന്ന സ്ത്രീയിലോ അല്ലെങ്കിൽ പുരുഷനിലോ മക്കളിലോ ഉള്ള ആഗ്രഹം, പുത്രേഷണ. അവിടെ നിന്നാണ് എല്ലാ കുഴപ്പത്തിൻ്റെയും തുടക്കം. കുടുംബമായിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ടി സമ്പാദിക്കണം എന്നുള്ളത് കൊണ്ട് വിത്തേഷണ, ധനം സമ്പാദിക്കണം എന്നൊരു വിത്തേഷണം വന്നു കഴിഞ്ഞാൽ കൂടുതൽ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടുതൽ എന്താ പറയുക, ഒരു വീടായാൽ പോരാ, 2 വീട് വേണം, ഇവിടെ വേണം, ഗുരുവായൂർ ഫ്ലാറ്റ് വേണം, ദുബായിൽ ഫ്ലാറ്റ് വേണം, അങ്ങനെയൊക്കെ ആവും. പിന്നെ അങ്ങനെ വലിപ്പം കൂടി വരുമ്പോൾ ലൊക്കേഷനായിട്ട് മാറും. ചില വ്യക്തികൾക്ക് പണം വന്നു കഴിയുമ്പോൾ തോന്നും ആ കാശൊക്കെ കൊടുത്തിട്ടൊരു പത്മശ്രീയൊക്കെ വാങ്ങിക്കളയാം എന്നൊക്കെ തോന്നും. അപ്പോൾ അധികാരം വേണം തോന്നും, അതല്ലെങ്കിൽ അംഗീകാരം വേണം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ജനറലി റെക്കഗ്നീഷൻസ് വേണം എന്നൊക്കെ തോന്നും. അത് ലൊക്കേഷനായിട്ട് വളർന്ന് പന്തലിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കഴിഞ്ഞ അധ്യായത്തിൽ പുത്രേഷണിയും വിത്തേഷണിയും വരെയുള്ളത് ഏകദേശം പറഞ്ഞു വെച്ചു. ബലിചക്രവർത്തി മൃതസഞ്ജീവിനിയൊക്കെ കിട്ടിയതിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്നിട്ട് ഒരു വലിയ യാഗം നടത്തി അതിൽ ഭയങ്കരമായിട്ടുള്ള ശക്തി സമ്പാദിച്ചു. അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ്നസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം തന്നെ തനിക്ക് പറ്റിയ പരാജയത്തിനെ ആക്സെപ്റ്റ് ചെയ്തു. പരാജയത്തിനെ ആക്സെപ്റ്റ് ചെയ്യാണ്ട് പിന്നെ പോയിട്ട് വിജയിക്കാൻ പറ്റില്ല. ആദ്യം യു ഹാവ് ടു ആക്സെപ്റ്റ് ദാറ്റ് നമ്മൾ ഫെയിലായി. നമ്മൾ പറയും ഈ ചൊവ്വയ്ക്കുള്ള ഏറ്റവും നല്ല പരിഹാരമായിട്ട്, ചൊവ്വ യുദ്ധം ചെയ്യിപ്പിക്കുന്ന ഗ്രഹമാണ്. ചൊവ്വാദോഷത്തിലുള്ള ഏറ്റവും നല്ല പരിഹാരം, സ്ത്രീകളുടെ ചൊവ്വാദോഷം ഞാൻ പറഞ്ഞത്, ജനറലി എല്ലാവർക്കുള്ള ചൊവ്വാദോഷം ഞാൻ പറഞ്ഞത്. അതിനൊരു സിമ്പിൾ മാർഗം ഉണ്ടത്ര, ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വരുത്തിയാൽ മതി. ഇന്ന് മുരുകന് പട്ടുവയ്ക്കലോ ഹനുമാന് പട്ടുവയ്ക്കലോ ഒക്കെ നിങ്ങൾക്ക് ആവാം, അതൊന്നും കുഴപ്പമില്ല. സംടൈംസ് വി വിൻ, സംടൈംസ് വി മേക്ക് അതേഴ്സ് വിൻ എന്ന് വിചാരിച്ചാൽ മതി. മനസ്സിലായോ? നമ്മൾ ചില സമയങ്ങളിൽ ജയിക്കും, ചില സമയങ്ങളിൽ നമ്മൾ മറ്റുള്ളവരെ ജയിക്കാൻ സഹായിക്കും അല്ലെങ്കിൽ ജയിപ്പിക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു വന്നു. ചൊവ്വ അവിടെ കറക്റ്റാവും ഓട്ടോമാറ്റിക്കലി ജാതകത്തിൽ. അപ്പം ഇവിടെ മഹാബലിക്ക് ആ കഴിവുണ്ടായിരുന്നു. അദ്ദേഹം അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം വീണ്ടും സ്വർഗം കീഴടക്കി, ദേവന്മാരെ തോൽപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, അമൃത് കിട്ടിയിട്ടുള്ള ആൾക്കാരെ വീര്യം കൊണ്ട് തോൽപ്പിക്കണമെങ്കിൽ ആ മനുഷ്യൻ്റെ ഇച്ഛാശക്തി എന്തുമാത്രമായിരിക്കണം. അത്ര ഗംഭീരമായിട്ടുള്ള യുദ്ധങ്ങൾ ചെയ്ത് അദ്ദേഹം ലോകം മുഴുവൻ വിറപ്പിക്കാൻ തുടങ്ങി ബലി. പക്ഷെ ബലിക്കാണെങ്കിൽ അസാമാന്യ ധർമ്മബോധം ഉള്ളതുകൊണ്ട് അദ്ദേഹം
നാശനഷ്ടങ്ങളൊന്നും അധികം ഉണ്ടാക്കില്ല, അധികാരം പിടിച്ചെടുക്കുള്ളൂ. പക്ഷെ ആ അധികാരം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നാച്ചുറലി ഒരു അഹങ്കാരം വരാൻ തുടങ്ങി. അപ്പോൾ ബലി വാസ്തവത്തിൽ മഹാഭക്തനാണെന്ന് ഭഗവാൻ അറിയാം. ഭഗവാൻ ഒരാളെ സ്നേഹിക്കാൻ തുടങ്ങി ആദ്യം അയാളുടെ ഉള്ളതൊക്കെ അങ്ങോട്ട് എടുക്കും. ആ ധൈര്യം വേണം നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ. അത് മഹാദേവൻ്റെ കാര്യത്തിൽ ഞാൻ പറയാറില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിരുന്നു, ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്ന് ഉള്ളി ചുട്ടി വിളിച്ചാൽ എന്നാൽ പിന്നെ ഇങ്ങോട്ട് പോകുന്നതൊക്കെ പറയും. ആത്മാവിനെ എടുക്കുക എന്നാണ് പറയുക. ശിവൻ ആത്മാവിനെ അങ്ങോട്ട് എടുത്തളയും. ഭഗവാൻ ആത്മാവിനെ ഉടനെടുക്കില്ല. ആദ്യം ആ ചുറ്റുമുള്ളതൊക്കെ വിട്ടു. ശിവൻ ആൾക്കൂട്ടത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചുകൊണ്ട്, ഭഗവാൻ ആൾക്കൂട്ടത്തിനെ മുഴുവൻ തീർത്തിട്ട് നമ്മളെ ഒറ്റയ്ക്കാക്കും. വ്യത്യാസം മനസ്സിലായോ? ആൾക്കൂട്ടത്തിനെ മുഴുവൻ വെട്ടിക്കളഞ്ഞ് ഒറ്റയ്ക്കാക്കിയിട്ട് അതിനെ റിയലൈസ് ചെയ്യിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വരുത്തിക്കുക ചെയ്യുക. കാത്തിരിക്കും, ശിവൻ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. ഇതാണ് ഈ രണ്ട് ചൈതന്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ആത്യന്തികമായിട്ട് ലക്ഷ്യം തന്നെയാണ്, ബ്രഹ്മത്തിൽ ലയിക്കുക എന്നുള്ളത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും പരീക്ഷത്ത് ശുഗൻ്റെ അടുത്ത് ചോദിക്കുക, ഹരി ജഗതീശ്വരനായിട്ടും ഈ കാശിനൊക്കെ ആർത്തിയുള്ള ആൾക്കാരെ പോലെ ബലിരാജാവിൻ്റെ അടുത്ത് പോയിട്ട് എന്തിനാണ് ഈ 3 അടി മണ്ണ് യാചിച്ചത്? അങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയും. ആ കഥ പറഞ്ഞു തരാനാണ് പറയണത്. അപ്പോൾ ബലിയുടെ ഇത്രയും വലിയ ഒരു സ്റ്റേച്ചർ കേട്ട് കഴിഞ്ഞപ്പോൾ ഇത്രയും വലിയൊരാളുടെ അടുത്ത് ഈ ഭഗവാൻ എന്തിനാണ് പോയിട്ട് യാചിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് ഉത്തരമായിട്ട് ഇതുവരെ പുത്രേഷണയും വിത്തേഷണയുടെയും പ്രശ്നങ്ങൾ പറഞ്ഞ മഹർഷി ശുഗമഹർഷി ഇതാ ആദ്യമായിട്ട് ലോകേഷണ കൊണ്ടുവരുന്ന പ്രശ്നങ്ങളെ എങ്ങനെ ഭഗവാൻ മറികടത്തണു എന്ന് പറയാൻ വേണ്ടിയിട്ട് ബലിയുടെയും അധികാരത്തിൻ്റെയും ഭൂമിയുടെയും ഒക്കെ മുകളിലുള്ള നമ്മുടെ ആ അത്യാഗ്രഹം ഉണ്ടല്ലോ, അതിനെ എങ്ങനെ മറികടക്കണം, അതിൻ്റെ മായ എങ്ങനെ മറികടക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രസിദ്ധമായിട്ടുള്ള കഥ പറയണം. അങ്ങനെ ദേവന്മാർ പലായനം ചെയ്തു. കശ്യപൻ്റെ ഭാര്യയായിട്ടുള്ള അതിഥി ദേവന്മാർ തൻ്റെ മക്കളുടെ അവസ്ഥ കണ്ടിട്ട് വളരെയധികം സങ്കടപ്പെട്ടിട്ട് ഭർത്താവായിട്ടുള്ള കശ്യപൻ്റെ അടുത്ത് പോയിട്ട് വളരെ വിനയത്തോടു കൂടിയിട്ട് എന്താണ് ഇതിനൊരു മാർഗം എന്ന് ചോദിക്കുമ്പോൾ ദിതിയെ പോലെ പിടിച്ചു വാങ്ങണ പരിപാടിയൊന്നുമില്ല. ലഡുവിൻ്റെ ഇഫക്റ്റ് ഉണ്ടല്ലോ എല്ലാവർക്കും. അപ്പം ഒരു പിറന്നാളിൻ്റെ ഓർമ്മയ്ക്ക് അല്ലേ, അപ്പോൾ കശ്യപൻ ദേവമാതാവായിട്ടുള്ള അതിഥിക്ക് പയോവ്രതം ഉപദേശിക്കും. എന്തിനാ പയോവ്രതം പറഞ്ഞു കൊടുക്കണമെന്ന് വെച്ചാൽ സൽപുത്രലാഭത്തിന് വേണ്ടിയിട്ടാണ്. ഇന്നും പയോവ്രതം അനുഷ്ഠിക്കാൻ തയ്യാറാണ് സ്ത്രീകളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിദിവ്യന്മാരായിട്ടുള്ള ആത്മാക്കൾ തന്നെയായിരിക്കും അവരുടെ ഗർഭത്തിൽ 3-ാം മാസത്തിൽ പ്രവേശിക്കുക, ഒരു സംശയവും വേണ്ട. പയോവ്രതത്തിൻ്റെ ശക്തി അത്രയാണ്. അതിൻ്റെ സ്തുതിയുണ്ട്, പയോവ്രത സ്തുതി ചെല്ലുന്നത് വളരെ വിശേഷമാണ്. പാല് മാത്രമാണ് ഭക്ഷണം, പാല് മാത്രം, അല്ലെങ്കിൽ കൂവളത്തിലെ മാത്രം കഴിച്ചിട്ടുള്ള പാശ്വതവ്രതവും പുത്രദായകമാണ്. ഭഗവാൻ അതാണ് അനുഷ്ഠിച്ചത് സാമ്പൻ ജനിക്കാൻ വേണ്ടിയിട്ട്. അത് പുരുഷൻ അനുഷ്ഠിക്കണം. സ്ത്രീകൾക്ക് പയോവ്രതം മഹാവിഷ്ണുവിനെ ഉദ്ദേശിച്ചിട്ട് അനുഷ്ഠിക്കാം. അതിന് പയോവ്രതത്തിൻ്റെ സ്തുതിയൊക്കെ ഉണ്ട്. സമയമില്ലാത്തതുകൊണ്ട് പയോവ്രത സ്തുതിയൊന്നും വിസ്തരിക്കുന്നില്ല. അതിന് ശേഷം ആ വ്രതത്തിൽ സന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ അതിഥിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് വരം കൊടുത്തു. അപ്പോൾ നമ്മളിതിൻ്റെ മാറിയിട്ടൊരു ഐതിഹ്യ കഥയിൽ പോയി കഴിഞ്ഞാൽ ഗുരുവായൂരിലത്തെ വിഗ്രഹം ബ്രഹ്മദേവൻ വൃഷ്ണിക്കും സുതപസ്സിനും ആദ്യം കൊടുത്തു. അവർ ആരാധിച്ചു. അവർക്ക് വൃഷ്ണിഗർഭൻ എന്ന പേരിൽ ഭഗവാൻ ജനിച്ചു. അതിനുശേഷം കശ്യപൻ്റെ അതിഥിയുടെയും കൈവശം വന്ന് ചേർന്ന് ഇതേ വിഗ്രഹത്തിനെ ആരാധിച്ച് പയോവ്രതം എടുത്തപ്പോഴാണ് വാമനൻ ജനിക്കുന്നത്. അതിനുശേഷം ഇതേ വിഗ്രഹം വസുദേവൻ്റെയും ദേവകിയുടെയും കൈവശം വന്ന് ചേർന്നു. അതിനെ ആരാധിച്ചിട്ടാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് അവരുടെ പുത്രനായിട്ട് ജനിച്ചതെന്ന് ഐതിഹ്യം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വിഗ്രഹമാഹാത്മ്യത്തിൽ പറയുന്നു. ഗുരുവായൂരപ്പനെ തൊട്ട് വിട്ടിട്ടൊരു കളിയില്ല. എല്ലാ സ്ഥലത്തും അതിൻ്റെ ഒരു ഒഴുക്കുണ്ടാവും. അപ്പോൾ ആ അതിഥി ഗർഭത്തിലുള്ള ഭഗവത് തേജസ്സിനെ ബ്രഹ്മാവ് സ്തുതിക്കുന്നുണ്ട്. 2 സമയത്താണ് ഗർഭത്തിലുള്ള ഭഗവാനെ സ്തുതിക്കുന്നത്. ഒന്ന് അതിഥിയുടെ ഗർഭത്തിലുള്ള വാമനമൂർത്തിയെ സ്തുതിക്കും. അതേപോലെ തന്നെ ദേവകീ ഗർഭത്തിലുള്ള ഭഗവാനെ ബ്രഹ്മാവ് സ്തുതിക്കുന്നത്. അതിലാണ് സത്യവ്രതം നൃസത്യം എന്നൊക്കെ പറഞ്ഞിട്ട് വരണം പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം വരുന്നത്. ഗുരുവായൂർ വിഗ്രഹത്തിൽ വാമന ചൈതന്യം വളരെയധികമാണ്. ശരിക്കും വാമനൻ്റെ നക്ഷത്രമാണ് തിരുവോണം. വിഷ്ണുവിൻ്റെ നക്ഷത്രം തിരുവോണമാണെന്ന് പറയുന്നത് ഈ ജനിക്കാത്ത ആൾക്ക്, ജനിക്കാത്ത ശിവന് തിരുവാതിരയും ജനിക്കാത്ത നാരായണന് തിരുവോണം എന്നൊക്കെ പറയണത് ഇങ്ങനത്തെ ചില കാരണങ്ങളുണ്ട്. നാരായണന് ഈ ശ്രാവണ നക്ഷത്രം വരാനുള്ള കാരണം വാമനാവതാരത്തിൻ്റെ പ്രാധാന്യം കൊണ്ടാണ്. മറ്റൊരവതാരത്തിൻ്റെ നക്ഷത്രമല്ല. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഭഗവാൻ മനുഷ്യരൂപം എടുക്കുന്നത് വാമനാവതാരത്തിലാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ആ നക്ഷത്രത്തിന് പ്രാമുഖ്യം കൊടുത്തത് ശ്രാവണ നക്ഷത്രമായിട്ട്. അങ്ങനെ വാമനൻ്റെ ജനനം യഥാകാലം സംഭവിക്കുന്നു. ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുന്നു. പിറന്ന് വീടണ ഉടനെ തന്നെ വളർന്നു വലുതായിട്ടൊരു
വടുവായിട്ട് കയ്യിൽ കൃഷ്ണാജിനും ദണ്ടൊക്കെ ധരിച്ച് അങ്ങനെ നമ്മൾ കാണുന്ന ആ ഒരു മൂർത്തി ഉണ്ടല്ലോ, നല്ല കാർമേഘത്തിൻ്റെ നിറാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള നേദ്യം എന്ന് പറയുന്നത് തൈരിഞ്ചോറാണ്, തൈര് സാദാണ്, ദധിവാമൻ എന്നാണ് പറയുക. തൈര് വളരെ ഇഷ്ടമാണ്. ഈ 2 അവതാരങ്ങളിൽ ഭഗവാനിലും കൃഷ്ണനിലും വാമനനിലും ഈ പാലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നേദ്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം പാല്, വെണ്ണ, തൈര്, മോര് ഇതൊക്കെ മനപ്രതീകങ്ങളാണ്, മനസ്സിൻ്റെ. ഭഗവാൻ നമ്മുടെ മനസ്സ് ഭക്ഷിക്കണവനാണ്. മനസ്സ് ഭഗവാൻ ഭക്ഷിച്ചാലേ നമുക്ക് ഭഗവാനെ കിട്ടുള്ളൂ, ബ്രഹ്മത്തെ കാണുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ മനപ്രതീകമായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ വൈവസ്വത മന്വന്തരത്തിൽ കശ്യപനിൽ നിന്നും അതിഥിയുടെ ഗർഭത്തിൽ ഭഗവാൻ വാമനൻ ജനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ വൈവസ്വത മന്വന്തരത്തിൻ്റെ ഒരു പൂർത്തി, അതിൻ്റെ ഒരു മനോഹാരിത അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുഗ്രഹം അവിടെ പറയണത്. മാത്രമല്ല, ഈ ജനനമരണരഹിതനായിട്ടുള്ള ഭഗവാൻ അതിഥിയുടെ ഗർഭത്തുനിന്ന് പ്രത്യക്ഷമായപ്പോൾ ഭഗവാന്റെ കഴുത്തിൽ കിടന്നിരുന്ന കൗസ്തുഭമണിയുടെ പ്രകാശം കൊണ്ട് കശ്യപൻ്റെ വീട്ടിലെ ഇരുട്ട് നീങ്ങിപ്പോയി എന്ന്. അതായത് ആ വീട്ടിലൊരു ദുഃഖം തളം കെട്ടി നിന്നിരുന്നു. ദേവന്മാർക്ക് വന്നിട്ടുള്ള ആ ദുരന്തം ആലോചിച്ചിട്ട് സദാ ദുഃഖിച്ചിരിക്കുന്ന ഒരു അമ്മയുടെ വിഷമം പൂർണ്ണമായിട്ടും മാറിപ്പോയി. എല്ലാവർക്കും ആനന്ദം ഉണ്ടായി. കശ്യപൻ അച്ഛൻ പോലും ആ കുഞ്ഞിനെ കണ്ടിട്ട് അറിയാണ്ട തൊഴുതിട്ട് ജയിച്ചാലും 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 ജയ 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 എന്നുള്ള ശബ്ദം മുഴക്കിയെന്നാണ് ഭഗവാനെ കണ്ടിട്ട്. ഭഗവാൻ എല്ലാവരും കാണാൻ വടുവിൻ്റെ രൂപം ധരിച്ചു. കശ്യപൻ ഉത്തമനായിട്ടുള്ളൊരു ബ്രാഹ്മണനെ വിളിച്ചിട്ട് ജാതകർമ്മം ചെയ്യിച്ച് ഉപനയനം നടത്തിച്ചു. ആ ഉപനയനത്തിൻ്റെ സമയത്ത് സാക്ഷാൽ സൂര്യൻ വന്നിട്ട് ചെവിയിൽ ഗായത്രി ഉപദേശിച്ചു. സൂര്യനാണ് സൂര്യനാണ് മന്ത്രത്തിൻ്റെ ദേവൻ തന്നെ, സവിതാവ്, ആന്തരിക സൂര്യനാണ് ദേവൻ. ബൃഹസ്പതിയാണ് പൂണൂല് കൊടുത്തത്. കശ്യപൻ മൗഞ്ചീസൂത്രം കൊടുത്തു, അതിന് കുബേരൻ ഭിക്ഷാപാത്രം കൊടുത്തു. സാക്ഷാൽ അമ്മ അന്നപൂർണ്ണ പ്രത്യക്ഷപ്പെട്ടിട്ട് ഭിക്ഷയും കൊടുത്തു. അന്നപൂർണ്ണയ്ക്കേ ഭിക്ഷ കൊടുക്കാൻ അധികാരമുള്ളൂ, എപ്പോഴും അമ്മയാണ് ഭിക്ഷ കൊടുത്തു. ഇത് കഴിഞ്ഞ് നർമ്മദയുടെ കരയിൽ, ഇന്നത്തെ ബറൂച്ചാണ് ശരിക്കും ആ സ്ഥലം. ബറൂച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് നർമ്മദാ നദിയുടെ തീരത്ത്. കാരണം കേരളത്തിലൊന്നും മഹാബലി ഭരിച്ചിട്ടൊന്നുമില്ല. അതൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആ വംശങ്ങൾ തെക്കോട്ടേക്ക് നീങ്ങിയപ്പോൾ അവരാ കഥയെ കൂടെ കൊണ്ടുപോയതാണ്. ഒന്നാമത് വാമനൻ്റെ അവതാരം കഴിഞ്ഞ് പിന്നുണ്ടായ പരശുരാമനാണ് കടൽ വീണ്ടെടുത്ത് തന്നെ. കേരളം ഉണ്ടായിട്ട് പോലും NV കൃഷ്ണവാര്യർ പറഞ്ഞത് സുമേറിയയിലായിരുന്നു മഹാബലി എന്നാണ് പറഞ്ഞത്. സാധ്യതയുണ്ട്. അപ്പം ഈ ബറൂച്ചിൽ ബലിയുടെ അശ്വമേധയജ്ഞം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് വാമനൻ എഴുന്നള്ളിയെന്നാണ്. ആ മായ കൊണ്ട് വടിരൂപം ധരിച്ച ആ ശ്രീഹരിയെ കണ്ടിട്ട് ആ ഭൃഗുപുത്രൻ്റെ, അതായത് ബലിയുടെ ഗുരുനാഥനായിട്ടുള്ള ശുക്രനെയാണ് ഈ ഭൃഗുപുത്രൻ എന്ന് പറഞ്ഞു. അവരുടെ ശിഷ്യന്മാരൊക്കെ എഴുന്നേറ്റിട്ട് സൽക്കരിച്ചു. ബലിരാജാവ് ഓടി വന്ന്, ഒരു മഹർഷി വന്നിരിക്കുന്നു, ഒരു ചെറുപ്പക്കാരൻ കുട്ടി ഓടി വന്ന് സ്വീകരിച്ചു, പാദപൂജ ചെയ്തു. ആ ചരണോദകത്തിനേക്കാൾ ജലത്തിനേക്കാൾ ശിരസ്സിൽ ചൊരിഞ്ഞു. അങ്ങനെ എണീച്ചിട്ട് തൊഴുത് കൈയോടെ പറഞ്ഞു, അങ്ങ് വന്നത് വളരെ നന്നായി, അങ്ങേക്ക് നമസ്കാരം, അങ്ങ് ആരാണ്, എന്താണ്, എന്ത് സേവയാണ് ഞാൻ ചെയ്യേണ്ടത്, അങ്ങേ കണ്ടു കഴിഞ്ഞാൽ ബ്രഹ്മർഷികളുടെ തപസ് മൊത്തം ഒരു രൂപം എടുത്ത് വന്ന മാതിരി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. കാരണം സാക്ഷാൽ ബ്രഹ്മാണ് വന്നിരിക്കണമെന്ന് ബലിക്ക് മനസ്സിലായില്ല. അപ്പോൾ ബലിയാണെങ്കിൽ ഈ ഗുരുനാഥൻ തന്നെ പുനർജീവിപ്പിച്ച ശേഷം ശുക്രൻ എന്ത് ചോദിച്ചാലും ചെയ്തു കൊടുക്കും. അതായത് ഗുരുനാഥനോടുള്ള ഭക്തി ഓൾറെഡി ഉണ്ട് അദ്ദേഹത്തിന്, ഇപ്പോൾ 10 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടിരിക്കണം. അത്രയും തീവ്ര ഭക്തിയാണ് ഗുരുനാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ശുക്രൻ മാത്രം മാറി എന്നിട്ട് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്, ഈ വന്നവൻ ആൾ ശരിയല്ലല്ലോ. അദ്ദേഹത്തിനൊരു ഡൗട്ട്. ഈ ഉശനസ് എന്ന് പറയുന്നൊരു ഋഷിയാണ് ശരിക്കും ഈ ശുക്രൻ. ഉശനസ്സിന് ഈ തിരിഞ്ഞ് ചിന്തിക്കുന്നൊരു ബുദ്ധിയുണ്ടായിരുന്നു. അസാമാന്യ ബുദ്ധിമാനായിരുന്നു, തിരിഞ്ഞ് ചിന്തിക്കും. അദ്ദേഹം ശിവന് വിരുദ്ധമായിട്ട് ഭഗവാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്തു. അത് വേദത്തിലെ കഥയാണ്. അപ്പോൾ ഭഗവാൻ അവനെ വിഴുങ്ങിക്കഴിഞ്ഞപ്പോൾ മരിച്ചില്ല, വയറിൻ്റെ ഉള്ളിൽ കിടന്ന് സ്തുതിച്ചു. ശിവൻ്റെ ഉദരത്തുനിന്ന് ശിവനെ സ്തുതിച്ചു. അപ്പോൾ ശിവൻ്റെ ലിംഗത്തിലൂടെ പുറത്തു വന്നു എന്നാണ്, ശുക്ലത്തിലൂടെ പുറത്തു വന്നു. അതുകൊണ്ട് ശുക്രൻ എന്ന് പേരായി എന്നാണ്. അതുകൊണ്ട് ശിവൻ്റെ പുത്രനായിട്ടുള്ള ഭാവം വന്നു. അപ്പോൾ പ്രസന്നനായിട്ട് എന്താ വരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മൃതസഞ്ജീവിനി വിദ്യ ചോദിച്ചു. അങ്ങനെ മഹാദേവൻ്റെ നേരിട്ട് മൃതസഞ്ജീവിനി വിദ്യ കിട്ടിയ ആളാണ് ശുക്രൻ. ശിവപുരാണത്തിൽ മൃതസഞ്ജീവിനി സ്തോത്രമുണ്ട്. ഈ സ്തുതി, ഉശനസിൻ്റെ സ്തുതിയുണ്ട്. അത് ഈ വയ്യാതെയൊക്കെ കിടക്കുന്ന ആൾക്കാർക്ക് വായിച്ചു കേൾപ്പിക്കുന്നത് വളരെ വിശേഷമാണ്. എല്ലാ ശിവപുരാണ പുസ്തകത്തിലുണ്ടാവും. കുറച്ച് വലിയൊരു മന്ത്രം പോലെ ഉണ്ടാവും. ഉശനസിൻ്റെ സ്തുതിയാണ്. ആ ഉശനസാണിത്. അപ്പോൾ ശൈവനാണ് അദ്ദേഹം. വളരെ ശ്രദ്ധിച്ചു നോക്കും, ഇത് ശരിയല്ലല്ലോ, കണ്ടു കഴിഞ്ഞാൽ ഇവൻ വിഷ്ണു ആണോ എന്ന് സംശയമുണ്ട്. ബലിയാണെന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ ആ പ്രഭാവത്തിൽ മയങ്ങിയിട്ട്
എന്തിച്ഛയോടെയാണ് വന്നത്? അങ്ങേക്ക് സ്വർണം വേണോ, വീട് വേണോ, അന്നം വേണോ, ജലം വേണോ, കന്യക വേണോ, ഗ്രാമം വേണോ, കുതിര വേണോ, ആന വേണോ, രഥം വേണോ? എനിക്ക് എന്തും തരാനുള്ള കഴിവുണ്ട്, ഞാൻ എന്ത് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു. അവിടെയാണ് പണി വാങ്ങുന്നത്. നമ്മളെപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ പൊളിറ്റിക്കലി കറക്റ്റായിരിക്കണം. പൊളിറ്റിക്കലി കറക്റ്റായിരിക്കണം. പ്രത്യേകിച്ച് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് സംസാരിക്കുമ്പോഴും, അങ്ങോട്ട് കൊടുക്കാമെന്ന് വഴിപാട് പറയുമ്പോഴും ഇങ്ങോട്ട് വേണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴും കൃത്യമായിരിക്കണം. ആധ്യാത്മികതയിൽ ആ വിഷയമില്ല. ഭഗവാൻ അറിഞ്ഞു തരും, ചോദിച്ചില്ലെങ്കിലും ഇഷ്ടം പോലെ തരും. അതിലേ പരീക്ഷിക്കുകയുള്ളൂ. നിത്യജീവിതത്തിൽ നമുക്ക് വരുന്ന ദുരിതങ്ങളൊന്നും ഭഗവാന്റെ പരീക്ഷണം ദയവീത് പറയുന്നത് അത് കർമ്മത്തിൻ്റെ ഫലത്തിനെ കൂട്ടുക ചെയ്യുക. അത് നമ്മുടെ കർമ്മഫല നമ്മൾ അനുഭവിക്കുന്നത്. കുംഭകർണൻ നിർദ്ദേവത്വം വേണമെന്ന് പറയാൻ പോയി. ബ്രഹ്മാവിനൊരു പാവം ഇന്ന് രാവിലെ പല്ലിയിച്ചില്ല, നാക്ക് പിടിച്ചില്ല, അതുകൊണ്ട് തെറ്റിപ്പോയതാണെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നിർദ്ദേവത്വം കൊടുക്കാമായിരുന്നു. എന്ത് പറഞ്ഞു? നാക്ക് പഴച്ചു, നിദ്രാവത്വം എന്ന് പറഞ്ഞു പോയി. തഥാസ്തു എന്ന് പറഞ്ഞു പോവുകയും ചെയ്തു. ചോദിച്ചത് തരും. ഈശ്വരൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഇവിടെ ബലി പറഞ്ഞു പോയി എന്തും തരാം. ആ എന്തും തരാം എന്നുള്ളതിൽ ഭഗവാൻ പിടിച്ചു. എന്നിട്ട് പറയും, അപ്പോൾ ഭഗവാൻ തിരിച്ചു പറയും, നിൻ്റെ എന്നാണ് പറയണത്. ഒരു ചെറിയ കുട്ടിയായിട്ട് വന്നിട്ട് പോലെ രാജാവിനെ നീ എന്നാണ് പറയണം അഭിസംബോധന. അതെപ്പോഴും അങ്ങനെ നമ്മൾ എതിരാളിയെ നിഷ്പ്രഭമാക്കാൻ ആ ആളെ അങ്ങോട്ട് തകർത്ത് കളയണമാതിരി സംസാരിക്കണം. അപ്പോൾ ഒരു സൈക്കോളജിക്കൽ ഗെയിമാണിത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കറക്റ്റായിട്ട് അവനൻ ആദ്യം തന്നെ നിൻ്റെ എന്നാണ് പറയണം. നിൻ്റെ കുലത്തിന് യോജിച്ച വർത്തമാനമാണ് നീ പറയണത്. കാരണം നിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ ശുക്രാചാര്യനും നിൻ്റെ മുത്തച്ഛൻ പ്രഹ്ലാദനും ഇതേമാതിരി ധർമ്മത്തിൻ്റെ പ്രതിരൂപമാണ്. നിൻ്റെ കുലത്തിൽ ഇന്നേ വരെ അത്യാഗ്രഹികൾ ഉണ്ടായിട്ടില്ല. ബ്രാഹ്മണർ ആവശ്യപ്പെട്ടത് കൊടുക്കാണ്ടിരുന്നിട്ടുമില്ല. ബ്രഹ്മജ്ഞർ എന്ത് ചോദിച്ചാലും എടുത്തു കൊടുത്തിട്ടുള്ള ചരിത്രമാണ് നിൻ്റെ കുലത്തിൽ. എന്നിട്ട് മൂപ്പരിങ്ങനെ പറയും, എന്തും നീ തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയാം, ഞാൻ വളരെ ചെറിയൊരു കുട്ടിയാണ്, എനിക്ക് അധികം സ്ഥലത്തിനൊന്നും ആവശ്യമില്ല. നീ വളരെ ഉദാരനും എന്താ പറയുക ദയാലുവും ഒക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ആവശ്യമുള്ളതേ നമ്മൾ ദാനം വാങ്ങാൻ പാടുള്ളൂ. അല്ലാണ്ട് ലുലുവിൽ മറ്റേ ഡിസ്കൗണ്ട് സെയിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാട്ടിക്കൂട്ടുന്ന പോലെ കാണിച്ചു കൂട്ടരുത്. ആവശ്യമുള്ളത് വാങ്ങാൻ പോവുക. ഒരു ലഡ്ഡു കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ 2, 3 അങ്ങനെ വാങ്ങരുത്. ഈ യജ്ഞപ്രസാദം കൊടുക്കുമ്പോൾ ഇത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറ്. ഞാൻ അറിയിക്കും ഈ ബലിയുടെ കഥ കേട്ടിട്ട് ഇവർക്കിത് പഠിച്ചിട്ടില്ലേ, ഒന്നുകൂടെ അടുത്ത വീട്ടിലെ ആൾക്ക് കൊടുക്കാനാണ്, മകൾക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞിട്ട് യജ്ഞപ്രസാദം വാങ്ങും. അവനവൻ അർഹതയുള്ള അവനവൻ ആവശ്യമുള്ളത് മാത്രം മേടിച്ചിട്ട് പോകണം. അല്ലെങ്കിൽ 7 ദിവസം കേട്ടതിന് അർത്ഥമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുക, അങ്ങനെ ആവശ്യത്തിലധികം ദാനം വാങ്ങാത്ത വിദ്വാനെ ഒരു തരത്തിലുള്ള പാപവും തീണ്ടില്ല എന്ന് പറയുമ്പോൾ ബലി പറയും, അല്ലയോ കുമാര, അങ്ങയുടെ സംസാരം കാഴ്ചയ്ക്ക് ചെറുതാണ്. എന്താ പറയുക, നമ്മൾ പറയില്ലേ ഓൾഡ് ഹെഡ് ഇൻ യങ് ഷോൾഡേഴ്സ് എന്ന് പറയില്ലേ, അതുപോലെയാണ് സംസാരിക്കണത്. വലിയ ആൾക്കാരെ പോലെയാണ് അവിടുന്ന് സംസാരിക്കണത്. നോക്കൂ, അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം. അവിടെ ബലിക്ക് കുറച്ച് പുച്ഛം വരും. അങ്ങൊരു കാര്യം മനസ്സിലാക്കണം, ഞാനേ 3 ലോകങ്ങളുടെ അധിപതിയാണ്, ത്രിലോകങ്ങളുടെ അധിപതിയാണ്. അങ്ങനെയുള്ള അങ്ങ് അതിനുചിതമായിട്ടുള്ളൊരു ദാനം ചോദിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കണം. പറയുമ്പോൾ അതാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് 3 അടി മണ്ണ് മതിയെന്ന്, 3 അടി ഭൂമിയാണ് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ബലിക്ക് അമ്യൂസ്മെൻറ്റ് തോന്നുന്നതിന് പകരം അപമാനം തോന്നണം. ഇത്രയും ജനങ്ങളുടെ മുന്നിൽ, സഭയുടെ മുന്നിൽ, തൻ്റെ പാർഷദന്മാരുടെ മുന്നിൽ വെച്ചിട്ട് ഒരു വടു വന്നിട്ട് തൻ്റെ അടുത്ത്, രാജാവ് എനിക്കൊരു 3 അടി മണ്ണ് തരുമോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പ്രൈം മിനിസ്റ്ററെ കണ്ടു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ പോക്കറ്റ് ഇരിക്കുന്ന പെന്നും തരുമോ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? നല്ല രസമായിരിക്കും. അപ്പോൾ കുറേ വർഷം മുമ്പ് ഞാൻ തമിഴിലൊരു പടം എഴുതിയ സമയത്ത് അത് ഡയറക്ടർ ശങ്കറാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അന്ന് ഇന്ദ്രൻ പടം നടക്കുന്ന സമയം. അപ്പോൾ അതിൻ്റെ സോങ് റിലീസ് ഫംഗ്ഷന് രജനി സാറാണ് വന്നത്. അപ്പോൾ സാറ് വന്നിട്ട് സ്ക്രിപ്റ്റ് പുള്ളി പടം കണ്ടു, ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ എന്നെ കൊടുക്കരുത് നിങ്ങൾക്ക് ചോദിച്ചു. ആ ഉപരുടെ സ്റ്റൈലുണ്ടല്ലോ അങ്ങനെ. അപ്പോൾ സാറിൻ്റെ പോക്കറ്റിൽ റെയിൻവാൾസ് പെൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, സാർ അത് തന്നാൽ മതിയോ? കാരണം അതിൻ്റെ വാല്യൂ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മൾ എന്താണ് വാല്യൂ ആയിട്ട് കാണുന്നത് അതാണ് നമ്മൾ ചോദിക്കേണ്ടത്. കൊടുക്കുന്ന ആൾക്ക് അതിൽ വാല്യൂ കൂടുതലാണോ കുറവാണോ എന്ന് അയാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ദാനം വിഫലമായി പോകും. ബലിക്കതാ സംഭവിച്ചത്. ഇത്ര നിസ്സാരോ, ഞാൻ ഇത്രയും വലിയ ആൾ, എനിക്ക് എന്ത് വേണമെങ്കിലും തരാൻ പറ്റും, നീ വെറും 3 അടി മണ്ണോ ചോദിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറയുന്ന വാക്കുണ്ട്, യാവന്തോ വിഷയാപ്രഷ്ടാസ്ത്രിലോക്യമാജിതേന്ദ്രിയം നശക്നുവന്തിതേ സർവേ പ്രതിപൂരയിതും നിർവ. അല്ലയോ രാജാവേ, 3 ലോകത്തുള്ള സകലവിധ പ്രിയമായിട്ടുള്ള വിഷയങ്ങൾ ലഭിച്ചാലും ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ്റെ മനോരഥം പൂർണ്ണമാവില്ല. മനസ്സിലാക്കിക്കോന്ന്. അതായത് ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ ചോദിക്കുന്നത് തന്നാൽ മതി, അല്ലാണ്ട് വേറൊന്നും പറഞ്ഞ് പ്രലോഭിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ആ സ്വരം മാറുകയാണ്.
ആ സ്വരം ഇത്ര ചെറിയ രൂപത്തിൽ വന്നിട്ട് ഇത്ര അധികാര സ്വരത്തിൽ സംസാരിക്കുകയാണല്ലോ എന്ന് ശുക്രൻ ശ്രദ്ധിക്കുകയാണ് അവിടെ നിന്നിട്ട്. എന്നിട്ട് പറയാം, 3 അടി ഭൂമി കൊണ്ട് സന്തോഷമാകാത്തവന് 7 ദ്വീപുകളും ഭൂഖണ്ഡങ്ങളും മുഴുവൻ കൊടുത്താൽ പോലും അവന് സന്തോഷമാവില്ല എന്ന്. അപ്പം തൃപ്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞത് എന്താണ് തൃപ്തി? തൃപ്തിയാണ് സമ്പത്ത്. തൃപ്തി കൊണ്ടാണ് ഫലം കിട്ടണത്. യാഗത്തിൻ്റെ ഫലം, ദാനത്തിൻ്റെ ഫലം, വഴിപാടുകളുടെ ഫലം, പ്രാർത്ഥനയുടെ ഫലം, സകലതും കിട്ടേണ്ടത് തൃപ്തി കൊണ്ടാണ്. അപ്പോൾ ആ തൃപ്തി, 3 അടി ഭൂമി കൊണ്ട് ഞാൻ തൃപ്തമാകും, അതെനിക്ക് തന്നാൽ മതി, വേറെ ഒന്നും വേണ്ടാന്ന് പറയും. എന്നിട്ട് പറയും, തൃഷ്ണയെ കടക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഭഗവാൻ പറയുന്നു, തൃഷ്ണയെ കടക്കാൻ, ആഗ്രഹത്തെ കടക്കാൻ, തൃഷ്ണയെ കടക്കാൻ എനിക്കറിയാമെന്ന് കൃഷ്ണൻ പറയുന്നു അവിടെ. എന്നിട്ട് ഭഗവാൻ എന്നിട്ട് കുറച്ച് തത്വങ്ങളൊക്കെ പറയുന്നുണ്ട്. പ്രാരബ്ധവശാൽ കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കണവൻ എപ്പോഴും സുഖമുള്ളവനായിരിക്കും. നമുക്കൊരു അനുഭവം വന്നു, നല്ലതാവട്ടെ, സന്തോഷം, എൻ്റെ പൂർവ്വകർമ്മം കൊണ്ട് കിട്ടി, ഭഗവാനെ സന്തോഷം, ആ സന്തോഷത്തിനും ഭഗവാനെ സമർപ്പിച്ചു. ദുഃഖമുണ്ടായി, അതും പൂർവ്വകർമ്മം കൊണ്ട് കിട്ടി, അതും ഭഗവാനെ സമർപ്പിച്ചു. എന്നിട്ട് നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ ജീവിതം നന്നാക്കാൻ പ്രയത്നിക്കും വേണം. ചോമ്പേരിയായിട്ട് കിടക്കാനും പാടില്ല ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുമ്പോൾ. നേരെ മറിച്ച് സന്യാസത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ പ്രവൃത്തി അവിടെ നിൽക്കും. കാരണം അത് പുതിയ കർമ്മം ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട്. അതിനെ അജകരവൃത്തി എന്ന് പറയും. അതാണ് ഈ മലമ്പാമ്പിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ സൂചനകൾ നമ്മൾ ഇത്രയും നേരം ഇത്രയും സ്കന്ധങ്ങളിൽ കേട്ട കഥകളുടെയൊക്കെ ഒരു ആകത്തുക വാമനൻ്റെ ആ സംസാരത്തിൽ വരും. അതിനുശേഷം ബലിരാജാവ് പറയും, ശരി, എന്തായാലും അങ്ങയുടെ ഇഷ്ടം, അങ്ങേക്ക് ഇച്ഛയുള്ള എടുത്തുകൊള്ളുക, 3 അടി ഭൂമി തരാം എന്ന് പറഞ്ഞിട്ട് കമണ്ഡലം അങ്ങോട്ട് എടുക്കും. ആ കമണ്ഡലം എടുക്കുമ്പോൾ ശുക്രൻ കയ്യെ പിടിക്കും. എന്നിട്ട് പറയും, മനസ്സിലാക്കിക്കോ, ഇത് അപകടമാണ്, ഇത് അവ്യയനായിട്ടുള്ള വിഷ്ണുവാണ് എന്ന് പറയും. ആ ഉപയോഗിക്കണ വാക്കതാണ് ഭാഗത്ത്. അവ്യയൻ, എത്ര ചെലവാക്കിയാലും തീരാത്തവനാണ് അവ്യയൻ. അവന് നാശമില്ല, അവൻ അച്യുതനാണ്, അവനാണിത് എന്ന് പറയും. ആ ഭഗവാനാണ്. ഭാവിയെ പറ്റിയിട്ട് വിചാരിക്കാണ്ട നീയെ ഈ ഭൂമി കൊടുക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത് ശരി, അത് സമ്മതിച്ചത് ശരിയായില്ല. ഇവൻ എന്താ ചെയ്യാൻ പോണത് ഞാൻ പറയാം. നിൻ്റെ ഐശ്വര്യം, നിൻ്റെ ലക്ഷ്മി, നിൻ്റെ തേജസ്, നിൻ്റെ കീർത്തി സകലതും എടുത്ത് ഇവൻ ഇന്ദ്രന് കൊടുക്കുന്നു. ഇവൻ വിശ്വരൂപനായതുകൊണ്ട് 3 അടി കൊണ്ട് 3 ലോകങ്ങളെ അടന്നെടുക്കും. പിന്നെ നിൻ്റെ ജീവിതം എങ്ങനെ നടക്കും, നീ എവിടെ ജീവിക്കുന്നു ചോദിക്കും. ഈ വിശ്വവ്യാപകനായിട്ടുള്ള ഭഗവാൻ 1 അടി കൊണ്ട് ഭൂമിയെയും 2-ാമത്തെ അടി കൊണ്ട് സ്വർഗത്തെയും വിശാലമായ ശരീരം കൊണ്ട് ആകാശത്തിനെയും മുഴുവൻ നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് കൊടുക്കാൻ എന്താ ബാക്കി എന്ന് ചോദിക്കും. പ്രതിജ്ഞ പാലിക്കാൻ കഴിയാത്തതിന് നിനക്ക് നരകത്തിൽ അപ്പോഴും പോകേണ്ടി വരും. കാരണം ബാക്കി അപ്പോഴും മതിയാവാണ്ട വരും. നിൻ്റെ ജീവിതവൃത്തി പോലും നഷ്ടപ്പെടത്തക്ക ദാനത്തെയാണ് നീ ചെയ്യാൻ പോണേ. എടോ, സ്വന്തം കുടുംബത്തെയും അവനവനെയും നശിപ്പിച്ചുകൊണ്ടുള്ള ദാനം ചെയ്യരുത്, അത് നാശത്തിലെ കലാശിക്കുള്ളൂ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെന്ന്. കർണന് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് വിഡ്ഢിത്തരം കാണിക്കരുത് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം, ഞാൻ തരില്ല എന്ന് ഞാൻ പറയില്ല, ഞാൻ വാക്ക് കൊടുത്തു കഴിഞ്ഞു, അങ്ങ് പറയുന്നത് പോലെ പ്രവർത്തിച്ച എൻ്റെ പൈസ, എൻ്റെ കാമം, എൻ്റെ യശസ്, എൻ്റെ ജീവിതം ഇതൊക്കെ സുരക്ഷിതവും. പക്ഷെ ഗുരുനാഥ, ഞാൻ പ്രഹ്ലാദൻ്റെ പൗത്രനാണ്, ഞാൻ വാക്ക് മാറില്ല. ഞാൻ പ്രഹ്ലാദൻ്റെ പൗത്രൻ. ഇനി ഇത് നാരായണൻ തന്നെ ആണെന്നുണ്ടെങ്കിൽ അതിൽ കവിഞ്ഞിട്ട് എനിക്കിനി ഒരു സന്തോഷം വരാനില്ല. എൻ്റെ വംശങ്ങൾ മുഴുവൻ എന്നെ അനുഗ്രഹിച്ചതായിട്ട്, എൻ്റെ പിതൃക്കൾ എന്നെ അനുഗ്രഹിച്ചതായിട്ട് ഞാൻ കരുതും. അസത്യത്തിനേക്കാളും വലിയ അധർമ്മമില്ല. ഓർമ്മയില്ലേ, ബ്രഹ്മാവിൻ്റെ മുതുകുന്ന് ജനിച്ച അധർമ്മത്തിന് ആരാ ഭാര്യയായത്? മൃഷ, അസത്യം. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നെഞ്ചിന്ന് ധർമ്മം, മുതുകുന്ന അധർമ്മം. കല്യാണം കഴിച്ച ആൾക്കാരുടെ പേരും പറഞ്ഞു തന്നിരുന്നു അല്ലേ. അതിൽ അപ്പോൾ പറഞ്ഞ അസത്യത്തിലേക്കാളും വലിയ അധർമ്മമില്ല. മരിക്കണ അവസരത്തിൽ എന്തായാലും സകലത് ഉപേക്ഷിക്കണം. പട്ടണക്കാരുടെ കഥ പറഞ്ഞ് മറക്കരുത്. അച്ഛാ മരിച്ചു പോകുമ്പോൾ ഒരു സൂചി പോലും കൊണ്ടുപോയില്ല, ഇങ്ങോട്ട് ചെപ്പിൽ കൊടുത്തിട്ട് പോയില്ലേ മഹാദേവൻ, ആ കഥ അത് മറക്കരുത്. അങ്ങനെ അത് എന്നാണെങ്കിലും ഉപേക്ഷിക്കേണ്ടതിന് ഇപ്പോഴും ഉപേക്ഷിച്ചാൽ പിന്നെ എന്താ ബുദ്ധിമുട്ട്? അത് നല്ലതല്ലേ. ബ്രാഹ്മണൻ സന്തോഷിക്കാതെ ആ ദാനം മേടിച്ചിട്ട് പോയാൽ ആ ദാനത്തിന് പിന്നെ എന്താ ബലം? അതുകൊണ്ട് സന്തോഷത്തോടു കൂടിയിട്ട് അദ്ദേഹം അത് വാങ്ങിയിട്ട് പോട്ടെ. എന്നിട്ട് പറയും, ദധീജി, ശിബിമഹർഷി, ശിബിരാജാവ്, ഇവരുടെയൊക്കെ ജീവിതം തന്നെ ആലോചിച്ച് നോക്കൂ. അവനവനെ തന്നെ കൊടുത്തവരാണ് അവർ. ദധീജി തൻ്റെ ശരീരം കൊടുത്തു വജ്രായുധം ഉണ്ടാക്കാൻ. ശിബി തുടയെന്ന് മാംസം മുറിച്ചിട്ട് പ്രാവിൻ്റെ തൂക്കത്തിന് കൊടുത്തു. ഇതെല്ലാം ചെയ്തിട്ടുള്ളവരുടെ മാതൃക നമ്മുടെ മുന്നിലുള്ളപ്പോൾ പിന്നെ എന്ത് നാശം എന്നാണ് പറയണത്? ഇദ്ദേഹം ആവശ്യപ്പെട്ട ഭൂമി കൊടുക്കണേൽ എന്താ ഇത്ര വിചാരിക്കാനുള്ളത്? ഈ ഭൂമിയെ അനുഭവിച്ചിരുന്ന എനിക്കും ഉണ്ടായിരുന്ന ചക്രവർത്തിമാരൊക്കെ എന്നോ മരിച്ചു മണ്ണടിഞ്ഞു കഴിഞ്ഞു. അവരൊക്കെ വെറും പേരായി, ചരിത്ര പുസ്തകങ്ങളിലായി പോയി. ഞാനും നാളെ ആവും. അതിപ്പോൾ ഇന്ന് തന്നെ ആയാലും ഒന്നും വരാനില്ല എന്ന് പറഞ്ഞിട്ട് ബലിയുടെ ഒരു വലിയൊരു പ്രസംഗം അത് കേട്ട് ശുക്രാചാര്യൻ അങ്ങോട്ട് ദേഷ്യം വന്ന് ശപിച്ചു. ഗുരുനാഥൻ്റെ വാക്ക് തെറ്റിച്ച നീ അജ്ഞാനിയാണ്, മൂഢനാണ്, എന്നിട്ട് നീ വലിയ പണ്ഡിതനെ പോലെ എനിക്ക് ശാസ്ത്രം പറഞ്ഞു തരുന്നു. അതുകൊണ്ട് നീ എൻ്റെ ആജ്ഞ ലംഘിച്ചുകൊണ്ട് ഐശ്വര്യഭ്രഷ്ടനായിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിച്ചു. ബലിക്ക് ഈ ശാപം കേട്ടിട്ടൊന്നും ഒരു കുലുക്കം ഉണ്ടായില്ല എന്നാണ്.
വാമനന് 3 അടി കൊടുക്കാൻ സങ്കല്പം ചെയ്തു. ബലിരാജാവിൻ്റെ ഭാര്യ വിന്ധ്യാവലി അവിടെ എഴുന്നള്ളി. ഭാര്യ വേണം ദാനം കൊടുക്കുമ്പോൾ. അപ്പോൾ വിന്ധ്യാവലി അവിടേക്ക് വിളിച്ചു വരുത്തി. അവരും വളരെ സുചരിത്രമായിട്ടുള്ളൊരു സ്ത്രീയാണ് അവർ. മഹാബലി ഭഗവാന്റെ ചരണം ഇങ്ങനെ ജലമൊഴിച്ച് കഴുകി തൻ്റെ ശിരസിൽ ധരിച്ചു. ആ സമയത്ത് ദേവന്മാരും ഗന്ധർവന്മാരും വിദ്യാധരാദികളൊക്കെ, പ്രത്യേകിച്ച് ദേവന്മാർ സകല വൈര്യവും മറന്നിട്ട് ആ ബലിയെ സ്തുതിക്കാൻ തുടങ്ങിയെന്ന്. ഭഗവാനെയല്ല, ബലിയെ സ്തുതിക്കാൻ തുടങ്ങിയവർ. കാരണം ബലി ചെയ്ത ദാനത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ഇന്നും നമ്മൾ എല്ലാവരും ചെയ്യുന്ന വലിയ ത്യാഗങ്ങളെ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, ബലിദാനം. ബലിദാനം എന്ന് പറയാൻ കാരണം ബലി ചെയ്ത ദാനത്തിനാണ്. അതിനെ ഓർത്തിട്ടാണ് ബലിദാനം എന്ന് പറയുന്നത്. അങ്ങനെ സകലരും നോക്കി നിൽക്കെ ആ ചെറിയ കുഞ്ഞു കാല കഴുകി കൊടുത്തത്, ആ നോക്കി നിൽക്കെ ആ ഭഗവാന്റെ ത്രിഗുണാത്മകമായിട്ടുള്ള സത്വരജസ്തമോ ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ശരീരം അങ്ങോട്ട് പർവ്വതാകാരമായിട്ട് അങ്ങോട്ട് വളരാൻ തുടങ്ങി. എല്ലാവരും അതിങ്ങനെ വളർന്ന് അങ്ങോട്ട് പോവുകയാണ്. ആ എന്താ പറയുക, പൃഥ്വി, ആകാശം, ദിക്കുകൾ, സ്വർഗം, പാതാളം, സമുദ്രം, പക്ഷികൾ, മനുഷ്യർ, ദേവതകൾ, ഋഷികൾ, ഇതൊക്കെ ഭഗവാനിൽ കാണാൻ തുടങ്ങി. ശരിക്കും വിശ്വരൂപം തന്നെ കാണിച്ചു കൊടുത്തത്. മഹാവിഭൂതിയായിട്ടുള്ള ഭഗവാന്റെ ഈ ത്രിഗുണങ്ങളും നിറഞ്ഞിട്ടുള്ള ശരീരത്തിൽ പുരോഹിതന്മാർ, ആചാര്യന്മാർ, ദാസന്മാർ, രാജാവായിട്ടുള്ള ബലി അവനവനെ തന്നെ കണ്ടു. ഭൂതങ്ങളെ കണ്ടു, ഇന്ദ്രിയങ്ങളെ കണ്ടു, വിഷയങ്ങളെ കണ്ടു, അന്ധക്കരണങ്ങളെ കണ്ടു, സകല ജീവികളെ ഉൾപ്പെടെ സമസ്ത ജഗത്തും ദൃശ്യമായിരുന്നു. മനോഹരമായിട്ടുള്ളൊരു ശ്ലോകമാണ് 20ാമത്തെ അധ്യായത്തിൽ 22ാമത്തെ ശ്ലോകം 8ാമത്തെ സ്കന്ധത്തിൽ. ഭഗവാന്റെ വിശ്വരൂപ ധ്യാനമാണ്, വാമനൻ്റെ വിശ്വരൂപ ധ്യാനമാണ്. ഇത് ശരിക്കും വേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഋഗ്വേദത്തിൽ വിഷ്ണുവിൻ്റെ സൂക്തം വരും. അതോ ദേവാവന്ദനോ യഥോ വിഷ്ണുചക്രമേ പൃഥിവ്യാ സപ്തധാമമീ. അതോ ദേവ അവന്ദനോ യഥോ വിഷ്ണു വിചക്രമേ. വിഷ്ണു അതിക്രമിച്ചു എന്ന്. പൃഥിവ്യാ സപ്തധാമമീ. പൃഥിവി തുടങ്ങി 7 ലോകങ്ങൾ, മേലോട്ടുള്ള ലോകങ്ങളെ അദ്ദേഹം അതിക്രമിച്ചു. ഇതം വിഷ്ണുർ വിചക്രമേ ത്രയധാനി ദദേവതം. 3 അടി കൊണ്ട് അവൻ സമസ്ത ലോകങ്ങളെയും കവർ ചെയ്തു എന്ന്. ഈ ഒരൊറ്റ മന്ത്രമാണ് വാമനാവതാര കഥയായിട്ട് ഭാഗവതത്തിൽ വരുന്നത്. ഇത് നമ്മൾ തേജസ് വർദ്ധനവിനും പുഷ്പാഞ്ജലിക്കൊക്കെ നാരായണന് ഉപയോഗിക്കുന്ന മന്ത്രമാണ്. അതോ ദേവാവന്ദനോ യഥോ വിഷ്ണുർവിചക്രമേ പൃഥ്വ്യാ സപ്തധാമമീ. ഇതം വിഷ്ണുർവിചക്രമേ ത്രയധാനി ദദേവതം സമൂഹമസ്യഭാഗം സുരേതൃണിപ്പദാവിചക്രമേ വിഷ്ണുർഗപാദാഭ്യ. അതോ ധർമാണി ധാരയൻ വിഷ്ണോഃ കർമാണി പശ്യത. യഥോ വ്രതാനി പസ്പശേന്ദ്രസ്യുജ്ജസഹാ തദ്വിഷ്ണോഃ പരമം പദം സ്ഥാപശ്യന്തി സൂര്യ ദിവി വിചക്ഷുരാതം തദ്വിപ്രാസോ പുണ്യഭോജാഗ്രവാംസമിന്ധതേ വിഷ്ണോരിൽ പരമം പദം. ഇതിൻ്റെ തേജസ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ ശാസ്താവേ. അങ്ങനെ ആ വാസ്തവത്തിൽ ജഗത്ത് 3 ഗുണങ്ങളുടെയും എന്താ പറയുക ചേർന്നിട്ടുള്ളതാണെന്ന് തെളിയിച്ചു കൊടുക്കാനായിട്ട് ഭഗവാൻ ബലിക്ക് വിശ്വരൂപ ദർശനം കാണിച്ചു. ഭഗവാന്റെ പ്രാണനിലും ശരീരത്തിലും സകല സ്ഥാവര ജംഗമങ്ങൾ, വസ്തുക്കളെയും ജീവികളെയും തന്നെയും അർജുനൻ എങ്ങനെയാണോ തന്നെയും കൃഷ്ണനെയും ഒക്കെ തന്നെ വിശ്വരൂപത്തിൽ കണ്ടു, അതേപോലെ ബലി കണ്ടു എന്നാണ്. സർവാത്മാവായിട്ടുള്ള ഭഗവാനിൽ സമ്പൂർണ്ണ ജഗത്തും കണ്ടിട്ട് ദൈത്യന്മാർ ഭയന്നു. ആ സമയം ഭഗവാൻ ശംഖചക്ര ഗതാപത്മധാരിയായിട്ട് ശോഭിച്ചു. ആ സമയത്തുള്ള ഭഗവാന്റെ രൂപത്തിലാണ് ത്രിവിക്രമമൂർത്തി എന്ന് പറയും. ഒരു കാല് ഇങ്ങനെ ഉയർത്തി നിൽക്കണ പടങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു കാല് കുത്തി നിന്നിട്ട് ആ ത്രിവിക്രമമൂർത്തി. ആ കാല് ബ്രഹ്മലോകത്തെത്തിയപ്പോൾ ബ്രഹ്മാവ് തൻ്റെ കമണ്ടിൽ നിന്ന് ജലം എടുത്തിട്ട് ആ കാലിലങ്ങോട്ട് ഒഴിച്ച് കഴുകിയിരുന്നു. ആ കാലിങ്ങനെ വളർന്ന് അവിടെ എത്തി. സത്യലോകത്തെത്തിയപ്പോൾ ആ കാലിലങ്ങോട്ട് ഒഴിച്ച് കഴുകിയപ്പോഴത്രേ ഗംഗയായിട്ട് ആ ജലം താഴോട്ട് വരുന്നത്. ഗംഗാദേവിയുടെ ഉത്ഭവം അങ്ങനെയാണ് എന്ന് പറയാറുണ്ട്. ഇങ്ങനെയാണെങ്കിലും ഈ ബ്രാഹ്മണ വേഷത്തിൽ വന്നിട്ടുള്ളത് വിഷ്ണുവാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള അസുരന്മാർക്ക് കലശലായിട്ടുള്ള കോപം വന്നു. തങ്ങളുടെ രാജാവിനെ വീണ്ടും ചതിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ അസ്ത്രശസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ഭഗവാന്റെ നന്ദൻ, സുനന്ദൻ തുടങ്ങിയിട്ടുള്ള പാർഷദന്മാർ അവിടെ എഴുന്നള്ളി. നാരായണൻ്റെ പാർഷദന്മാർ അസുരന്മാരുമായിട്ട് യുദ്ധം തുടങ്ങി. സാധാരണ വിഷ്ണു പാർഷദന്മാർ നേരിട്ട് യുദ്ധത്തിൽ വരില്ല, അവർ വന്ന് യുദ്ധം ചെയ്യാൻ തുടങ്ങി അവിടെ. ഈ സമയത്ത് അസുരന്മാർക്ക് നല്ല കാലമല്ല എന്ന് മഹാബലിക്ക് മനസ്സിലായി. സൈന്യങ്ങളോടൊക്കെ പറഞ്ഞു അടങ്ങ്, ആരും കലഹത്തിന് നിൽക്കരുത്, ഇത് നല്ല സമയമല്ല. ബ്രഹ്മാവ് അനുകൂലിച്ചിട്ടുള്ള സമയത്ത് നമ്മൾ പല പ്രാവശ്യവും ദേവന്മാരെയും പാർഷദന്മാരെയും ഒക്കെ ജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് അവർക്ക് ദൈവാനുകൂല്യം വരുന്ന കാലം വരെ നമുക്ക് കാത്തിരിക്കാം എന്ന് പറഞ്ഞു. ആ സമയത്ത് ബലിയുടെ വാക്ക് കേട്ടിട്ട് ഈ അസുരന്മാരൊക്കെ രസാതലത്തിലേക്ക് പോയി. ആ സമയത്ത് ബലി മാത്രം ഒറ്റയ്ക്കായി എന്ന് ഭഗവാന്റെ കൽപ്പന കേട്ടിട്ട് ഗരുഡൻ വരുണവാശം കൊണ്ടുവന്നിട്ട് ബലി അങ്ങോട്ട് കെട്ടിയിട്ടു. കാരണം ദാനം പൂർത്തിയാക്കാൻ പറ്റാത്തവൻ പിന്നെ അടിമയാണ്, കുടുക്കി കൊണ്ടുപോയിട്ട് വരുണവാശം കൊണ്ട് ബലിയെ കെട്ടിയിട്ടു. ആ വരുണവാശത്തിൻ്റെ ഇറുക്കത്തിൽ കടന്നിട്ട് ബലി പൊളയാൻ തുടങ്ങി. അപ്പോൾ ഭഗവാൻ എല്ലാ സ്ഥലത്തുനിന്നും ദുഃഖം സങ്കടം ബലിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവൻ ദേവന്മാർ പോലും കണ്ണീരൊഴുക്കി എന്നാണ് പറഞ്ഞത്. കാരണം അത്രയും ബഹുമാനിച്ചിട്ട്
ആ സമയത്ത് ഭഗവാൻ ബലിയുടെ അടുത്ത് പറഞ്ഞു അത്രേ, നീ എനിക്ക് 3 അടി ഭൂമി തരാൻ സങ്കല്പം ചെയ്തു, 2 അടിയായിട്ടുള്ളൂ, 3ാമത്തെ അടി എവിടെ ചോദിച്ചു. 3ാമത്തെ അടി എവിടെ? ഇപ്പം നീ എൻ്റെ അടിമയാണ്, എവിടെ 3ാമത്തെ അടി എന്ന് ചോദിക്കും. പ്രതിജ്ഞ അനുസരിച്ച് ദാനം നൽകിയില്ലെങ്കിൽ നരകത്തേക്ക് പോകാൻ തയ്യാറായിക്കോന്നു. ബലിക്ക് ഒരു കൂസലും ഉണ്ടായില്ല. അക്ഷോഭ്യനായിട്ട് പറഞ്ഞു, അങ്ങയുടെ 3ാമത്തെ അടി എൻ്റെ ശിരസ്സിൽ വെച്ചാലും ഭഗവാനെ. അവിടുത്തെ ബന്ധനത്തെയോ നരകത്തിനെയോ എനിക്ക് ഭയമില്ല, പക്ഷെ സത്യവിരോധം എന്ന് പറയുന്ന ദുഷ്കീർത്തി എനിക്ക് പേടിയാണ്. ഞാൻ അസത്യം ചെയ്തു എന്ന് എൻ്റെ ജീവിതത്തിൽ വരാൻ പറ്റില്ല, അത് വരാനേ പാടില്ല. എന്നിട്ട് പറയും, ഞങ്ങളുടെ ഐശ്വര്യം നശിക്കണം ഞങ്ങളുടെ നന്മയ്ക്കായിട്ട്. ഭഗവാനെ, അവിടുന്ന് ഉത്തമ ഭക്തന്മാരുടെ സമസ്ത ഐശ്വര്യത്തിനെയും നശിപ്പിച്ചു കളയണം. എന്തിനാച്ചാൽ മായയുടെ ബന്ധത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആ ഭാഗ്യം എനിക്ക് വന്നിരിക്കുന്നു. ഏതൊരു സിദ്ധി യോഗികൾക്ക് ഏകാന്തവാസം കൊണ്ടാണോ ലഭിക്കുന്നത്, അത് ഞങ്ങൾ അസുരന്മാർക്ക് അങ്ങയോട് ദ്വേഷം വെക്കണോണ്ട് അങ്ങ് സുലഭമായിട്ട് എടുത്തു തരണു എന്ന് പറഞ്ഞിട്ട് ആ ശിരസ് അങ്ങോട്ട് കുടിച്ചു കൊടുക്കുമ്പോൾ പറയാം, അങ്ങ് എന്നെ ഭരണവാശം കൊണ്ട് കെട്ടിയാൽ എനിക്കൊരു കുറച്ചിലും തോന്നുന്നില്ല, ഒരു നാണക്കേടുമില്ല, ഒരു വിഷമമില്ല, സന്തോഷമേ ഉള്ളൂ. എന്നിട്ട് ഈ ആയുസ് ഒരു ദിവസം ഒടുങ്ങും, ഇങ്ങനെയുള്ള ശരീരം കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് പറഞ്ഞ് ഭഗവാന് തന്നെ സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത് നാരായണാർപ്പണം എന്നും പറഞ്ഞിട്ട് ആ ശിരസങ്ങൾ വെച്ചു കൊടുക്കണം. വാസ്തവത്തിൽ നമ്മൾ കരുതുന്ന പോലെ ചവിട്ടി താഴ്ത്ത് ഒന്നുമല്ല ചെയ്തിട്ടുള്ളത്. ദീക്ഷ കൊടുക്കുമ്പോൾ സമ്പ്രദായങ്ങളിൽ പാദദീക്ഷ എന്ന് പറയും. ഗുരുനാഥൻ തൻ്റെ പാദത്തിനെ ശിഷ്യൻ്റെ ശിരസ്സിൽ വെച്ചിട്ട് കൊടുക്കുന്ന ദീക്ഷയാണത്, മോക്ഷത്തിന് കൊടുക്കുന്ന ദീക്ഷയാണ്. ഈ വിവരമില്ലാത്ത ആൾക്കാർ അത് പറഞ്ഞ് ചവിട്ടി താഴ്ത്തിന്നാക്കി. അതിനുശേഷം ആ ഭരണവാശത്തുനിന്ന് മോചിപ്പിച്ച് സുതലത്തിൽ പോയി താമസിക്കാനായിട്ട് ഏർപ്പാട് ചെയ്ത് താൻ തന്നെ ബലിക്ക് കാവലിൽ നിന്നോളാം, അടുത്ത കൽപ്പത്തിൽ ഇന്ദ്രനാവുന്നത് വരെ ഇന്ദ്രപദവിയും കൊടുത്തിട്ടാണ് ഭഗവാൻ പോയത്. ഭഗവാൻ ബലിയും കൂടെ തോളത്ത് കേട്ടാണ് പോയത് ഈ നാടകം മുഴുവൻ കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ വാമനമൂർത്തിയും ആ ബലിമഹാരാജാവിനെയും, അതായത് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്നുള്ളതിൽ ആത്മനിവേദനം എന്നുള്ള പരമകാഷ്ഠയായിട്ടുള്ള ഭക്തിയുടെ പ്രതിരൂപമായിട്ടുള്ള ബലിയാണ് ഏറ്റവും വലിയ ഭക്തൻ എന്നാണ് പറയുക. കാരണം അവനവനെ കൊടുത്തവനാണ് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ ആ ബലിയെ മനസ്സുകൊണ്ട് സ്മരിച്ച് ഭഗവാനെ നമസ്കരിച്ച് നമുക്ക് അടുത്ത കഥയുടെ ഇതിലേക്ക് ചുരുക്കി പോവാം. 15 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റ് കൂടി ഉണ്ട് നമുക്ക്. അങ്ങനെ സുതലത്തിലേക്ക് പോകുന്നു. വാമനനെ ഉപേന്ദ്രനായിട്ട് അഭിഷേകം ചെയ്യും. അതിനുശേഷം ഇന്ദ്രൻ, മഹേന്ദ്രൻ, ഉപേന്ദ്രൻ. ഇന്ദ്രൻ ചാൽ ഇന്ദ്രൻ, മഹേന്ദ്രൻ മഹാദേവൻ, ഉപേന്ദ്രൻ നാരായണൻ. അങ്ങനെ ഉപേന്ദ്ര പദവി കൊടുത്ത് വാമനനെ അഭിഷേകം ചെയ്യുന്ന കഥ വരുന്നു. അതിനുശേഷമാണ് മത്സ്യാവതാരത്തിൻ്റെ കഥ വരുന്നത്. മത്സ്യാവതാര കഥ വരാനുള്ളൊരു കാരണമുണ്ട്. അതും ഈ പറഞ്ഞ മാതിരി ഒന്നും നമുക്ക് വ്യത്യാസമായിട്ടല്ല നിൽക്കുന്നത്, എല്ലാം അന്യോന്യം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ആ പോകുന്ന സമയത്ത്, സുതലത്തിലേക്ക് പോകുന്ന സമയത്ത് ഭഗവാൻ പ്രഹ്ലാദൻ അവിടെ എഴുന്നള്ളും. ചിരഞ്ജീവിയാണല്ലോ. ഭഗവാൻ പറയും, നീയും ബലിയുടെ കൂടെ സുതലത്തിലേക്ക് പോകുക, അവിടെ നിനക്ക് എന്നെ എന്നും കാണാമല്ലോ. കാരണം നരസിംഹമായിട്ട് വന്നപ്പോൾ ഒരു തവണയെ കണ്ടുള്ളൂ, പിന്നെ കണ്ടിട്ടില്ല. ഇനി ബലിയുടെ കൂടെ നീ പോയാൽ നിൻ്റെ പേരക്കുട്ടി കാരണം നിനക്ക് എന്നെ ഇനി എന്നും കാണാം. കാരണം ഞാൻ കാവക്കാരനായിട്ട് വാച്ച്മാനായിട്ട് പുറത്തുണ്ടാവും, നിനക്ക് എന്നെ എപ്പോൾ കാണണമെങ്കിലും ഗേറ്റിൻ്റെ അവിടെ വന്നാൽ മതി. അങ്ങനെ പ്രഹ്ലാദൻ മുത്തശ്ശൻ പേരക്കുട്ടിയുടെ കൂടെ താമസിക്കാനായിട്ട് സുതലത്തിലേക്ക് പോകും. ശുക്രനും ഭഗവാനെ സ്തുതിക്കും. അതിൻ്റെ അവസാനത്തിൽ ഭഗവാന്റെ അടുത്ത് പറയും, അങ്ങയുടെ ആജ്ഞാപാലനാണ് മനുഷ്യർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയും. എല്ലാവരും പിരിഞ്ഞു പോകും. അങ്ങനെ 8ാമത്തെ സ്കന്ധത്തിൽ ഈ മന്വന്തര കഥ പറഞ്ഞ്, ആ മന്വന്തരത്തിൽ വൈവസ്വത മന്വന്തരത്തിൽ നമ്മൾക്ക് വാമനൻ്റെ കഥ പറയണം. അത് ഏത് ക്രമത്തിലാണ് പറഞ്ഞിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, താമസ മന്വന്തരത്തിൽ തമോ ഗുണം കൊണ്ടുണ്ടായിട്ടുള്ള മായയെന്നുള്ള മുക്തിയെക്കുറിച്ച് പറയാൻ ഗജേന്ദ്രമോക്ഷം പറഞ്ഞു. അതിനുശേഷം മോഹിനി അവതാരത്തിലും സമുദ്രമഥനത്തിലുമായിട്ട് രജോ ഗുണത്തിൽ കൂടെ ഉണ്ടാകുന്ന മായയുടെ മുക്തിയെ കാണിക്കാനായിട്ടാണ് ആ കഥകൾ പറഞ്ഞത്. അതിനുശേഷം സത്വഗുണം കൊണ്ടും മായയുണ്ട്, സത്വഗുണം കൊണ്ടും മായയുണ്ട്. ആ മായയുടെ മുക്തി കാണിക്കാനായിട്ട് വാമനൻ്റെ കഥ പറഞ്ഞു വെച്ചു. ഇതെല്ലാം പറഞ്ഞിട്ട് പരീക്ഷിച്ച് ചോദിക്കും, ഭഗവാനെ സർവ്വസമർത്ഥനായിട്ടും കർമ്മബന്ധങ്ങളിൽ വീണ് കിടക്കുന്ന ജീവികളെപ്പോലെ എന്തിനാ പിന്നെ ഈശ്വരൻ വീണ്ടും വീണ്ടും അവതാരം എടുക്കുന്നത്? ഈ അവതാരങ്ങൾ എടുക്കുന്നതിൻ്റെ കാരണം എന്താ? ഭഗവാൻ എന്തിൻ്റെ ആവശ്യമാണ്? നമ്മളെപ്പോലെ ഈ രക്തമജ്ജ മാംസാദികളും മൂത്രം മലം ഇതൊക്കെയുള്ള ഈ ശരീരം എടുത്തിട്ട്, ഈ പഞ്ചഭൂതമായിട്ടുള്ള ഈ ശരീരം എടുത്തിട്ട് ഭൂമിയിൽ ജീവിച്ച് ഓരോ കർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യകത എന്താ? അദ്ദേഹത്തിന് അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഞൊടിച്ചിട്ട് ടക്ക് ശരിയാക്കിയ പോലെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കില്ലേ, അതേപോലെ. എന്നിട്ട് അപ്പോൾ ശുഖം പറയുക, ഭഗവാൻ സകലരുടെ ഈശ്വരനാണെങ്കിലും പശു, ബ്രാഹ്മണൻ, ദേവൻ, സാധുക്കൾ, വേദങ്ങൾ, ധർമ്മം, അർത്ഥം ഇതിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്
ശരീരധാരണം ചെയ്യും. കാരണം ഭഗവാൻ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള നിയമങ്ങൾക്ക് എതിരായിട്ട് ഭഗവാൻ ചെയ്യില്ല. പ്രപഞ്ചത്തിൽ ഒരു വസ്തു ഇതപ്പോൾ ഇവിടെ ഇരിക്കുന്ന കണ്ണടക്കോട് എടുത്ത് ഇങ്ങോട്ട് വെക്കണമെങ്കിൽ ഒരാൾ വന്ന് അത് കൈകൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ ആക്കിയിട്ട് ടക്ക് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ അവിടെ വേറെ ഏതൊരു അദൃശ്യ ജീവി അത് ചെയ്യുന്നുണ്ട്. അപ്പോഴും അവിടെ ഒരു ഫോഴ്സ്, ഒരു ഏജൻറ്റ്, ദർ ഷുഡ് ബി ആൻ ഏജൻറ്റ് ടു ഡു ദാറ്റ്. അല്ലാതെ അത് മായയായിട്ട് നീങ്ങുക എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പ്രകൃതിയിലില്ല. നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് മായയാണെന്ന് വിചാരിക്കണമെന്ന് മാത്രം. എല്ലാ ജാലവിദ്യയുടെയും രഹസ്യം അതാണ്. ദർ ഇസ് എ ടെക്നിക് ബിഹൈൻഡ് എവറിതിങ്. ആ ടെക്നിക്കിനെ ഈശ്വരൻ മറികടക്കില്ല. അപ്പോൾ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണമെങ്കിൽ മുള്ളായിട്ട് തന്നെ വരണം എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, അത് ഭഗവാൻ ചെയ്യണു. അപ്പോൾ എന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് ഈ ബലിരാജാവിൻ്റെ കഥയിൽ സാത്വിക വൃത്തിയെ സമർപ്പിക്കണം ഭഗവാന്. അതായത് നമ്മൾ പറയില്ലേ, അയാൾ വളരെ സാത്വികനാണ്, അതുകൊണ്ട് മോക്ഷം കിട്ടില്ല, അതിനെയും കൊടുക്കണം. അപ്പോൾ നമ്മൾ ഭഗവാന്റെ വിഗ്രഹാരാധന ചെയ്യുമ്പോൾ സ്തോത്രങ്ങളൊക്കെ ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് വളരെ സാത്വിക വൃത്തിയാണ്. പക്ഷെ അതിനെയും സമർപ്പിക്കുമ്പോഴേ മോക്ഷം കിട്ടുള്ളൂ. അപ്പോൾ ബലി ചെയ്തത് അതാണ്. ബലി തൻ്റെ സത്വഗുണത്തിനെ ഭഗവാന് സമർപ്പിച്ച് മോക്ഷം നേടി. അങ്ങനെ അത്രയും എത്തി ഒരു സാധകൻ എന്നുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ ഗജേന്ദ്രനായിരുന്നു, ഗജേന്ദ്രൻ്റെ ലെവലിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സമുദ്രമഥനത്തിൽ നമ്മൾ പങ്കുകൊണ്ടു, അതിൽ നമ്മൾ രജോഗുണത്തിനെ അവിടെ ഭഗവാനെ സമർപ്പിച്ചു. അടുത്ത് നമ്മൾ ബലിയുടെ കഥയിൽ വന്നു. ഇപ്പോൾ ബലിയെപ്പോലെ നമ്മൾ സത്വഗുണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൻ്റെ ഏത് ആക്ടിവിറ്റിയും ബ്രഹ്മാകാരവും. നമ്മൾ എന്തിലിടപെട്ടാലും, നമ്മൾ വീട് പണിതാലും കാറ് വാങ്ങിയാലും എന്താ പറയുക എക്സ്കർഷൻ പോയാലും എവിടെ പോയാലും നമ്മൾ ബ്രഹ്മത്തെ കാണാൻ പഠിക്കുക എന്നുള്ളൊരു അവസ്ഥയിലെത്തും. ബ്രഹ്മാകാര വൃത്തി നമ്മളിൽ ഉറയ്ക്കും. ആ ബ്രഹ്മാകാര വൃത്തി എങ്ങനെയാണ്? ഇറ്റ് സ്റ്റാർട്ട്സ് ആസ് എ സ്മോൾ ഫിഷ്. ഒരു വിത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ പരൽമീന് പോലെ അത് തുടങ്ങും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്തിലിടുന്നോ അതിൻ്റെ വലിപ്പം അത് വരും. അതിനെ ആദ്യം ഒരു കമണ്ടലിലിട്ടു, അത് വലുതായി ബക്കറ്റിലിട്ടു, ബക്കറ്റ് നിറഞ്ഞു, ടബിലിട്ടു, ടബ് നിറഞ്ഞു, കുളത്തിലിട്ടു, കുളം നിറഞ്ഞു, തടാകത്തിലിട്ടു, തടാകം നിറഞ്ഞു, നദിയിലിട്ടു, നദി നിറഞ്ഞു, കടലിൽ കൊണ്ടിട്ടു, കടൽ നിറഞ്ഞിട്ട് പിന്നെ അതിന് പോകാൻ സ്ഥലമില്ല. ബ്രഹ്മാകാര വൃത്തി അങ്ങനെ. നമ്മൾ ബ്രഹ്മത്തെ കാണാനുള്ള ഒരു സീഡ് ഇട്ട് കഴിഞ്ഞാൽ, അത് പഠിച്ച് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രവർത്തിക്കുന്ന ഏതിരിക്കും അത് എക്സ്പാൻഡായി. ഇതാണ് മത്സ്യാവതാര കഥയുടെ തത്വം. കൂടുതൽ വിസ്തരിക്കാൻ സമയമില്ല. അത് ഇതിൽ 18 സ്റ്റെപ്സ് ചാനലിൽ കിടപ്പുണ്ട്, കേട്ടോ, വിസ്തരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മത്സ്യാവതാര കഥ, ആ മത്സ്യത്തെ എല്ലാവരും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അതിനുശേഷം സൂര്യവംശത്തിൻ്റെ വർണ്ണന തുടങ്ങുകയാണ്. നവമസ്കന്ധത്തിൽ സൂര്യവംശ വർണ്ണനയും ദശമസ്കന്ധത്തിൽ ചന്ദ്രവംശത്തിൻ്റെ വർണ്ണന തുടങ്ങിയതിന് ശേഷം നവമത്തിൻ്റെ പകുതി തന്നെ ഏകദേശം 14ാമത്തെ അധ്യായത്തിൽ ചന്ദ്രവംശം പറഞ്ഞു തുടങ്ങും. പക്ഷേ സൂര്യവംശം ആദ്യം പറയണം. സൂര്യവംശത്തിലെ ഏറ്റവും വലിയ രാജാവായിരുന്ന ശ്രീരാമചന്ദ്രൻ്റെ കഥയോട് കൂടിയിട്ടാണ്, രാമായണത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ ദിവസം അവസാനിക്കുക. അപ്പം ഇതിന് ശേഷമുള്ള സെഷൻ എനിക്ക് അതിന് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ള അനുസരിച്ചിട്ട് അത് ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ അംബരീഷിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും, അതാണ് പ്രശ്നം. അപ്പോൾ വൈവസ്വത മനുവിൻ്റെ മകൻ സുദ്യുമ്നൻ്റെ കഥ പറയണു. അവൻ സ്ത്രീഭാവം വന്ന കഥ പറയണു. അതിനുശേഷം പൃഷുദ്രൻ, കവി, കരൂഷൻ, നരിഷ്യന്തൻ, ദുഷ്ടന്മാർ, ഇങ്ങനെയുള്ളവരുടെയൊക്കെ വംശവിസ്താരം. അതിനുശേഷം ചവനൻ്റെയും സുകന്യയുടെയും കഥ പറയണു. ചവനൻ്റെ കണ്ണ് കുത്തി പൊട്ടിച്ചതും, സുകന്യ കല്യാണം കഴിക്കേണ്ടി വന്നതും, ശരിയാതര മകൾ കല്യാണം കഴിക്കേണ്ടി വന്നതും, പിന്നെ അശ്വിനി ദേവന്മാർ വന്നിട്ട് കായകൽപ്പ ചികിത്സ നടത്തി എന്താ പറയുക ചവനനെ യുവാവാക്കിയതും, നമുക്കൊക്കെ ചവനപ്രാശം കിട്ടാനിടയായതും. ചിരിക്കരുത്, ചവനപ്രാശം അങ്ങനെയാണ് വന്നത്. നിങ്ങൾ ചിരിക്കാൻ പാടില്ല. ചവനപ്രാശം നെല്ലിക്ക മാറ്റി അഗസ്ത്യരസാനായി. ചവനപ്രാശം കപം ഉണ്ടാക്കും, അഗസ്ത്യരസായനം കപം മുറിക്കും. ഒറ്റ ചേരുവയുടെ വ്യത്യാസം കൊണ്ട് രണ്ട് എക്സാക്ട് ഓപ്പോസിറ്റ് സ്വഭാവമാണ്. അതോടെ നിൽക്കട്ടെ. എന്തായാലും ഇനിയിപ്പോൾ ആയുർവേദം പറഞ്ഞു ശരത്തെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ സുകന്യയുടെ ചരിത്രം പറഞ്ഞ് 3ാമത്തെ അധ്യായത്തിൽ തന്നെ ആനർത്തത്തിലെ രാജാവായിട്ടുള്ള ആ രാജാവിൻ്റെ മകളായിട്ടുള്ള രേവതിയെ ബലരാമൻ കല്യാണം കഴിച്ച കഥ അഡ്വാൻസ് ആയിട്ട് പറയും. ഇനി വരും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വീണ്ടും. ബലരാമൻ ജനിച്ചിട്ട് പോലുമില്ല, പക്ഷേ നാമസ്കന്ധത്തിൽ 3ാമത്തെ അധ്യായത്തിൽ രേവതിയുടെ വിവാഹം വരും. എന്തുകൊണ്ട് അത് അവിടെ വെച്ചു എന്നുള്ളതിനൊക്കെ കാരണങ്ങളുണ്ട്. അന്ന് ചുമ്മാ വെച്ചിട്ടുള്ളതല്ല. ഈ പറഞ്ഞ ഇതേ ഘടനയിൽ നിങ്ങൾ ഭാഗവതത്തിനെ പഠിക്കാൻ തുടങ്ങിയാൽ ഇതിനൊക്കെ താനെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, ഇതൊന്നും ഒരാൾ പറഞ്ഞു തരേണ്ട ആവശ്യം പോലുമില്ല. ബേസിക് കീസും നമ്മൾ പണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുമ്പോൾ റൺ ആൻഡ് മാർട്ടിൻ പഠിക്കുമ്പോൾ കീ ടു റൺ ആൻഡ് മാർട്ടിൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ബുക്കുണ്ടോ, നമ്മളൊക്കെ പഠിക്കുന്നുണ്ട്, ഇപ്പോഴുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ കീ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുക. അതുപോലെ ഇത് ഇത്രയും ദിവസം ഞാൻ പറഞ്ഞു തന്നതിൽ കീകൾ കിടപ്പുണ്ട്. ആ കീ വെച്ചിട്ട് തുറന്നാൽ മതി, ഇതൊക്കെ തുറന്നു വരും. മാത്രമല്ല അതിനുശേഷമാണ് നഭകൻ്റെ വംശവർണ്ണന വരുന്നു. അത് കഴിഞ്ഞ് നാഭാകൻ്റെ ചരിതം വരുന്നു. നാഭാകൻ്റെ പുത്രനായിട്ടാണ് അംബരീഷൻ ജനിക്കുന്നത്. അംബരീഷൻ്റെ കഥ വാസ്തവത്തിൽ
ഭക്തിയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയെ കുറിക്കുന്നതാണ് അംബരീഷ കഥ. അംബരീഷൻ്റെ കഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യോഗസിദ്ധികളുണ്ട് എന്ന് കരുതുന്ന വ്യക്തികൾ പലപ്പോഴും നിഷ്കളങ്കരും നിരുപദ്രവികളുമായിട്ടുള്ള യഥാർത്ഥ ഭക്തന്മാരെ ദ്രോഹിക്കാനായിട്ട് പോകുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന അടി വളരെ വലുതാണ്. അതായത് ദുർവാസാവ് അവിടെ പ്രതിനിധീകരിക്കുന്നത് ഉപാസനാബലമുള്ള ഒരാളാണ്. ആ ഉപാസനാബലമുള്ള ഒരാൾക്ക് സമ്യക്കായിട്ടുള്ള ദർശനം ഇല്ല. അംബരീഷൻ അതുണ്ട്. ദുർവാസാവിനെ സുദർശനം ഓടിച്ചു എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ സമ്യക്കായിട്ടുള്ള ദർശനം അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മന്ത്രശക്തി കൊണ്ടോ തപശക്തിയോ അല്ല വിഷയം. ഭക്തി കൊണ്ട് കിട്ടുന്ന ഹൃദയശുദ്ധി സമസ്ത വസ്തുക്കളിലും വിശ്വഭാവന ചെയ്യാനുള്ള കഴിവുമാണ്. ഈ വിശ്വഭാവന ഉണ്ടാക്കുന്ന ഏതൊരു ശക്തിയാണോ അതിനെയാണ് നമ്മൾ സുദർശനം എന്ന് വിളിക്കുന്നത്. ആ സുദർശനത്തിൻ്റെ മഹിമയാണ് അംബരീഷചരിതത്തിൽ വരുന്നത്. കാരണം മായ എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞു, പുത്രേഷണയും വിത്തേഷണയും കൊണ്ട് ഉണ്ടാവണ പറഞ്ഞു, ലോകേഷണ കൊണ്ട് ഉണ്ടാവണ ബലിടയിൽ പറഞ്ഞു. ഇനി ഇതിനെയൊക്കെ മറികടക്കാനായിട്ടുള്ള ഉപാസനകൾ ചെയ്യുന്ന യോഗികളിലും സാധകന്മാരിലും മായ ബാധിക്കാം. ദുർവാസാവിൽ അതാണ് സംഭവിച്ചത്. ദുർവാസസ് മഹർഷി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹാഗുരുവാണ്. നമ്മൾ കരുതുന്ന മാതിരി ഈ സുദർശനം ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഓടുന്ന ഒരു കോമിക് ക്യാരക്ടറൊന്നുമല്ല. നമ്മൾ ഈ നാടകത്തിലും ബാലയിലും സിനിമയിലും കാണിക്കുന്നവർ ആ സമയത്ത് കുറേ ലൈറ്റൊക്കെ മിന്നിച്ചിട്ട് ദുർവാസാവ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ലേ സ്റ്റേജിൽ കിടന്നിട്ട്. കഥകളിയിൽ പോലും അദ്ദേഹത്തെ ഒരു പരിഹാസ കഥാപാത്രം പോലെയാണ് ചെയ്യാറ്. പക്ഷെ ദുർവാസാവ് എന്ന് പറഞ്ഞാൽ സദാ ശിവശങ്കര സർവാത്മൻ ശ്രീമാതർ ഭുവനേശ്വരി എന്ന് ജപിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പരമ ശ്രീവിദ്യോപാസകനാണ്. തിരുവല്ല ക്ഷേത്രത്തിലെ പൂജാവിധികൾ ദുർവാസാവ് ചിട്ടപ്പെടുത്തിയതാണ് നമ്മുടെ നാട്ടിൽ. അദ്ദേഹത്തിൻ്റെ മഹിമയൊന്നും പറയാൻ പറ്റില്ല. അത്രിയുടെയും അനസൂയയുടെയും മൂന്നാമത്തെ പുത്രനാണ്. ദത്താത്രേയൻ്റെ അനിയനാണ്. ചന്ദ്രൻ്റെയും അനിയനാണ്. അവർക്ക് 3 മക്കളാണല്ലോ ത്രിമൂർത്തികൾ പ്രസാദിച്ചുണ്ടായത്: ചന്ദ്രൻ, ദത്തൻ, ദുർവാസാവ്. അതിൽ ശിവൻ്റെ അംശം അധികമായിട്ടിരിക്കുന്നതുകൊണ്ട് രൗദ്രാംശം കൂടിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് കോപം വന്നത്. അദ്ദേഹത്തിൽ വിഷ്ണുവും ബ്രഹ്മാവും ഉണ്ട്. ദത്തനിൽ വിഷ്ണുവിൻ്റെ അംശം അധികമാണ്, മറ്റു 2 പേരും കുറച്ച് കുറഞ്ഞിട്ടാണ്. ചന്ദ്രനിൽ ബ്രഹ്മാംശം കൂടുതലാണ്. അങ്ങനെയാണ് കണക്ക്. അപ്പോൾ ദുർവാസാവ് മഹർഷി ഇതൊന്നും അറിയാത്ത ആളല്ല. ദുർവാസാവിൻ്റെ കോപം, നാരദൻ്റെ ഏഷണി, ഇത് രണ്ടും ലോകനന്മയ്ക്ക് ഭവിക്കുന്നതാണ് ഇപ്പോഴും. അതായത് ദുർഗുണമെന്ന് കരുതുന്ന വസ്തുക്കൾ പോലും എങ്ങനെ ബ്രഹ്മോന്മുഖമാക്കാം എന്നവർ കാണിച്ചു തരുന്നു. ദുർവാസാവിനിൽ നമുക്ക് ശരിക്ക് കാണാൻ പറ്റുന്നത് അഹങ്കാരം കൊണ്ട് ഒരു ഉപാസകന് വരുന്ന വീഴ്ചയാണ് ഒരു വശത്ത്. മറുവശത്ത് ഭക്തൻ്റെ നിഷ്കളങ്ക ഭക്തിയെ ഭഗവാൻ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അഹം ഭക്ത പരാധീന എന്ന് ഭഗവാൻ അങ്ങോട്ട് ഉറപ്പിച്ച് പറയണത് അതുകൊണ്ടാണ്. ദുർവാസാവ് എവിടെയൊക്കെ കടന്ന ഓടണമല്ലേ. ദ്വാദശി മഹാത്മ്യം പറയുന്ന സമയത്താണ് ഇത് വരുന്നത്. ദുർവാസാവ് ആദ്യം ബ്രഹ്മലോകത്ത് ചെല്ലണം, അവിടെ രക്ഷ കിട്ടുന്നില്ല. ശിവൻ്റെ ലോകത്ത് ചെല്ലണം, അവിടെയും രക്ഷ കിട്ടുന്നില്ല. അവസാനം വൈകുണ്ഠത്തിൽ ചെല്ലുമ്പോൾ അവിടെയും രക്ഷ കിട്ടുന്നില്ല. ഭഗവാൻ പറയണത് ഞാൻ നിസ്സഹായനാണ് എന്ന് പറയുന്നു. അതാണ് ഭക്തൻ്റെ ശക്തി. ഈ നിസ്സഹായത, ഭക്തൻ്റെ മുന്നിൽ ഭഗവാൻ പോലും ഹെൽപ്ലെസ് എന്നുള്ളത് ഒരു പോസിറ്റീവ് സെൻസിലാവുന്ന മറ്റൊരു കഥ എനിക്ക് തോന്നുന്നത് ഞാൻ 1-ാം ദിവസം 2-ാം ദിവസം പറഞ്ഞു, എനിക്ക് ഓർക്കുന്നില്ല. ഹനുമാൻ സ്വാമിയുടെയും ശ്രീരാമൻ്റെയും ഒരു കഥയുണ്ട്. ഹനുമാനെ ശ്രീരാമൻ കൊല്ലാൻ പോയത്. ഹനുമാനെ ശ്രീരാമൻ കൊല്ലാൻ പോയ ഒരു കഥയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാജാവ്, ശ്രീരാമൻ്റെ സാമന്തനായിട്ടുള്ള ഒരു രാജാവ് ഒരു തെറ്റ് ചെയ്തു. ആ തെറ്റ് ചെയ്തപ്പോൾ ശ്രീരാമൻ്റെ അടുത്ത് പരാതി എത്തി. ഭഗവാനാണെന്ന് ചക്രവർത്തി അയോധ്യയിൽ. ഭഗവാൻ പറഞ്ഞു, ഞാൻ നാളെ സന്ധിക്കുള്ളിൽ അവനെ ഞാൻ കൊന്നിട്ട് ഇതിന് നീതി നടപ്പാക്കുന്നു. ശത്രുഘ്നനോട് പറഞ്ഞു സൈന്യത്തിന് ഇറക്കാൻ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ വരേണ്ടതെന്ന് ഈ രാജാവ് പറഞ്ഞു. രാജാവ് പേടിച്ച് പറിച്ചിരിക്കുന്ന നേരത്താണ് നാരദ മഹർഷിയെ കാണുന്നത്. നാരദ മഹർഷി പറഞ്ഞു, ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഇന്ന സ്ഥലത്ത് പോയാൽ അവിടെ ഒരു വാഴത്തോട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഹനുമാൻ ഇരുന്ന് തപസ് ചെയ്യുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഉറക്കുറക്ക രാമ 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 എന്ന് പറയുമ്പോൾ കണ്ണു തുറന്ന് നോക്കും. കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്നെ രക്ഷിക്കണേ എന്ന് പറയും. അപ്പോൾ എന്താ പ്രശ്നം? ഒരുത്തൻ എന്നെ കൊല്ലാൻ വരുന്നുണ്ട്, എന്നെ രക്ഷിക്കണം പറഞ്ഞു. അപ്പോൾ ഉടനെ പറയും രാമ 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 എന്ന് വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയും ഞാൻ നിന്നെ രക്ഷിക്കാമെന്ന് പറയും. രാമാന്ന് കേട്ടാൽ മതിയല്ലോ ഭഗവാനെ. ഇത് ഈ വിദ്യ അക്ഷരം പ്രതി ആൾ അനുസരിക്കും. ഹനുമാൻ പറയും ഞാൻ നിന്നെ രക്ഷിക്കാം. ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോൾ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്കതിന് മനസ്സ് മാറ്റാൻ പറ്റില്ല, നീ എൻ്റെ വാലിൻ്റെ പുറകിൽ പോയിട്ട് ഒളിച്ചിരുന്നോ പറയും. ഇടയ്ക്കിടയ്ക്ക് അവൾ നോക്കും ശ്രീരാമൻ വരുന്നുണ്ടോന്ന്. ഹനുമാൻ ഇങ്ങനെ പർവ്വതം പോലെ ഇരുന്നിട്ട് ജപിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ആ ഭഗവാൻ ഇങ്ങനെ ഇയാളെ അന്വേഷിച്ച് ആരോ പറഞ്ഞു കദളീവനത്തിൻ്റെ അകത്ത് ഹനുമാൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ഈ സൈന്യമായിട്ട് ഭഗവാൻ അവിടെ വന്നു. ഭഗവാൻ അവിടെ വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു ഹനുമാൻ എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ ഭഗവാനെ എന്ന് പറഞ്ഞാൽ അവിടെ എണീച്ച് നമസ്കരിച്ച് പറഞ്ഞു അവനെ വിട് ഏവൻ. അപ്പോഴാണ് ഹനുമാന് ചതി മനസ്സിലാവുക. പക്ഷെ ഹനുമാൻ പറയും ഭഗവാനെ ഞാൻ അങ്ങയുടെ നാമത്തിൽ അവനെ രക്ഷിക്കാമെന്ന് വാക്ക് കൊടുത്തു പോയി. അത് പറഞ്ഞാൽ പറ്റില്ല, ഞാൻ തന്നെയാണ് പറഞ്ഞത് അവനെ വിട്ട്, എനിക്ക് അവനെ കൊല്ലണം, എനിക്ക് എൻ്റെ ധർമ്മം പാലിച്ചേ പറ്റൂ, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങയുടെ നാമത്തിൽ വാക്ക് കൊടുത്താണെന്ന്. അപ്പോൾ രാമൻ പറയും അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നെ കൊല്ലാതെ നിവൃത്തിയില്ല എന്ന് പറയും. അങ്ങനെ രാമബാണം തൊടുക്കും. രാമബാണം എന്ന് പറഞ്ഞാൽ പിനാകവും സുദർശനവും ഒന്നു ചേർന്ന പവറാണ്. ആലോചിച്ച് നോക്കണം.
ആ ബാണം തൊടുക്കണ സമയത്ത് നാമം ചൊല്ലിക്കൊണ്ട് ഭഗവാൻ ആ ബാണത്തിന് നെഞ്ചിലേറ്റി ഭസ്മാക്കിയത്. ശ്രീരാമൻ ഞെട്ടിപ്പോവും. ബാണം ഭസ്മായി, രാമബാണം ഭസ്മായി. രാവണനെ വധിച്ച ബാണാണ്, അത് ഭസ്മായി. അപ്പം ചോദിക്കും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ പറയും, ഭഗവാനെ അങ്ങയുടെ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ശരീരം നാളെ നശിക്കും, അങ്ങയുടെ നാമം ഒരിക്കലും നശിക്കുന്നില്ല. അങ്ങ് ജനിക്കുന്നതിന് മുമ്പ് ഈ നാമുണ്ട്, ഇപ്പോഴും ഉണ്ട്, നാളെ ഉണ്ടാവും, അതിൻ്റെ ശക്തി കൊണ്ടാണ് അത് നശിച്ചു പോയതെന്ന് പറയും. അതാണ് ഭക്തൻ്റെ മുന്നിൽ. അപ്പോൾ സുദർശനത്തിനെ എങ്ങനെ മടക്കും? ഭഗവാൻ അത് തമാശയ്ക്ക് പറഞ്ഞാണെന്നാണ് നമ്മൾ കരുതുന്നത്. ഭഗവാൻ പാവം സത്യ പറഞ്ഞു. ദുർവാസാവിനിട്ട് ഓടിച്ച് അംബരീഷൻ്റെ കാലിൽ കൊണ്ട് ഇടാൻ വേണ്ടിയിട്ട് നുണ പറഞ്ഞൊന്നുമല്ല ഗുരുവായൂരപ്പൻ സത്യം പറഞ്ഞു. എടോ ഞാൻ നിസ്സഹായനാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആ സുദർശനം പുറപ്പെട്ടത് എവിടുന്ന? ഭഗവാന്റെ കയ്യിൽ നിന്നല്ല പുറപ്പെട്ട്, അംബരീഷൻ്റെ ഉപാസനയെന്നാണ് അത് പുറപ്പെട്ടിരിക്കുന്നത്. അതാണ് ഞാൻ എപ്പോഴും പറയാറ്, നമുക്ക് ഭഗവാന്റെ ദർശനം കിട്ടുന്നത് നമ്മുടെ അകത്തു നിന്നാണ്. ഭഗവാൻ ഫ്ലൈറ്റ് പിടിച്ച് വരണമല്ല. നമ്മളെ ഭഗവാന്റെ പാർശ്വനാദികളും ശക്തികളും സംരക്ഷിച്ച് രക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവിൽ തന്നെയാണ് ആ സുദർശനം പുറപ്പെടണം. ആ സുദർശനം അംബരീഷൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട സുദർശനം ആയതുകൊണ്ട് തന്നെയാണ് അംബരീഷൻ്റെ ആത്മാവിന് തന്നെ അത് അടക്കാൻ സാധിച്ചുള്ളൂ. അംബരീഷൻ പോലും അറിയാതെ അത് സംഭവിച്ചു. സത്തുക്കളെ ഉപദ്രവിക്കുന്നവർക്ക് മഹാവിപത്തുകൾ വന്നുവിടും. അവരുടെ മനസ്സ് വിഷമിച്ചാൽ മതി. അവർ കൊല്ലണമെന്നോ ഉപദ്രവിക്കണമെന്നോ ഒന്നും ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. അവരുടെ മനസ്സ് മുറിപ്പെടുത്തിയ പ്രകൃതി അടിച്ചിരിക്കും. ജഡഭരതന് എങ്ങനെയാണ് കാളി പ്രത്യക്ഷമായത് അല്ലേ? അതേപോലെ അവിടെ സുദർശനമാണ് അത് കാണിച്ചു കൊടുക്കുന്നത്. സുദർശനം ദുർവാസാവിനോട് പറഞ്ഞ് പുറകെ പോവുകയാണ്. ശരിക്ക് എന്നെ നോക്ക്, എല്ലാറ്റിലും ബ്രഹ്മത്തെ കാണുന്നത്. പക്ഷെ ദുർവാസാവ് വിചാരിക്കണം തന്നെ ദഹിപ്പിക്കാൻ വരികയാണെന്നാണ്. അത് കാരണം ഓടി. അങ്ങനെ അവസാനം കറങ്ങി അംബരീഷൻ്റെ അടുത്ത് തന്നെ വന്ന് അംബരീഷനാണ് സുദർശനത്തിനെ സ്തുതിച്ച് അതിനെ മടക്കണത്. സുദർശനത്തിനെ മടക്കുക എന്ന് പറഞ്ഞാൽ തന്നിലേക്ക് ലയിപ്പിച്ചു എന്നാണ്. ദുർവാസാവ് അംബരീഷനെ സ്തുതിച്ച് എന്താ പറയുക, ആ പാരണം മുറിക്കണ കഥയൊക്കെ നമുക്കറിയാം അല്ലേ? അവർ അത് അവസാനിപ്പിച്ചു. അപ്പം ഇത്രയും മഹത്തുക്കൾ ജീവിച്ച ഒരു ഭൂമിയുടെ കഥയാണ് ഇതിൽ ഭാഗവതത്തിൽ ഉടനീളം പറഞ്ഞു വെച്ചിരിക്കുന്നത്. 4 മണിയായി, ചായയുടെ സമയമായി, സുദർശനം തിരിച്ചുപോയി. ഇനി വരുന്ന കഥ ഇക്ഷ്വാകു വംശത്തിൻ്റെ വർണ്ണനയാണ്. മാന്ധാതാവിൻ്റെ ചരിത്രം, സൗഭര്യയുടെ ഉപാഖ്യാനം, തൃശങ്കുവിൻ്റെ കഥ, ഹരിശ്ചന്ദ്രൻ്റെ കഥ, സകരൻ്റെ കഥ, ഗംഗാവതരണത്തിൻ്റെ കഥ, ഭഗീരഥൻ്റെ വൃത്താന്തം, സൗദാസൻ്റെ ചരിത്രം. ഇതൊക്കെ വിസ്തരിച്ച് പറയേണ്ട കഥകളാണ്. നല്ല രസകരമായിട്ടുള്ള കഥകളാണ്. നമുക്ക് സമയമില്ല. അടുത്ത പ്രഭാഷണത്തിൽ നേരിട്ട് ഞാൻ ശ്രീരാമചരിത്രത്തിലേക്ക് പോവും. കാളിദാസൻ പറഞ്ഞ പോലെ രഘുവംശത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ മാതിരി വാഗർത്ഥാവയോ സംപൃക്തോ വാഗർത്ഥ പ്രതിപത്തേ ജഗതപ്പിതരോ വന്ദേ പാർവതി പരമേശ്വര പട്ട് കൊ സൂര്യപ്രഭവോ വംശ കൊച്ച അല്പവിഷയാമതി. എവിടെ കിടക്കണോ സൂര്യവംശം, എവിടെ കിടക്കണോ ഈ അല്പബുദ്ധിയായിട്ടുള്ള ഞാൻ. മണവജ്രസമൽക്കീർണേ സൂത്രസ്യേവാസ്തിമേ. അത് രത്നത്തിൻ്റെ അകത്ത് കൂടെ ഒരു സൂചി വെച്ച് തുളച്ചിട്ട് നൂല് കടത്താൻ നോക്കണ പണിയാണ് ഞാൻ രഘുവംശം എഴുതണതിൽ ചെയ്യണമെന്ന് ആരാ പറഞ്ഞത്? കാളിദാസൻ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിരിക്കണ അവിടെയാണ് നമ്മളൊക്കെ എടുത്തിട്ട് രാമായണം വ്യാഖ്യാനിക്കാൻ നിൽക്കണം. ഗുരുവായൂരപ്പ ശരണം. അപ്പോൾ എല്ലാവരും പോയിട്ട് ചായ കുടിച്ചു വരിക. 4:20 പാരായണം ആരംഭിക്കും. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര രാമ ഭഗവാനെ സ്വാമി ശരണമയ്യപ്പ.